സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ പരമാവധി നന്മകൾ നേടാനുള്ള അവസരമാണ്. പലപ്പോഴും നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ, ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അതൊരു ചടങ്ങായി മാറാനുള്ള കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള തോന്നൽ നമുക്കില്ലാഞ്ഞിട്ടാണ്. പല ആളുകളും നോമ്പെടുക്കുന്നതും നിസ്കരിക്കുന്നതും സ്വതക്ക കൊടുക്കുന്നതൊക്കെ റമളാനിൽ പ്രത്യേകമായൊരു ആചാരമായി, അതല്ലെങ്കിൽ സമ്പ്രദായമായി, ഒരു ചടങ്ങായി ചെയ്യുന്നതിനപ്പുറത്ത് സ്വന്തത്തിന് വേണ്ടിയാണെന്നുള്ള ചിന്തയില്ല. സ്വന്തം പരലോകത്തിന് വേണ്ടിയാണ്, എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. ചില ആളുകൾ ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോടും ദീനിനോടും ദീനനുസരിച്ച് ജീവിക്കുന്നതോടുള്ള ഔദാര്യമായി, ദാക്ഷിണ്യമായി എടുത്തു പറയുന്നു. സ്വതക്ക ചെയ്തത് എടുത്തു പറയുന്നു. ആരും കാണാതെ രാത്രി നിസ്കരിച്ച് വരെ പിറ്റേന്ന് പകൽ വെളിച്ചത്തിൽ രണ്ടാളുകൾക്കിടയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്ക് സമാധാനമില്ല. നന്മകൾ, നമ്മൾ ചെയ്യുന്ന സുഹൃത്തുക്കൾ പരമാവധി രഹസ്യമാക്കുക. അള്ളാനെ ബോധിപ്പിച്ചാൽ മതി, അവനെ അറിയിച്ചാൽ മതി, അവനെ കാണിച്ചാൽ മതി, അവനെ കേൾപ്പിച്ചാൽ മതി, അവനെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. അവന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് മതി നമുക്ക്. നമ്മൾ ആത്മപ്രശംസ നടത്തേണ്ടതില്ല. ഫലാ തുസക്കു അൻഫുസക്കും. ഇത് സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് തോന്നാത്തത് കൊണ്ടാണ്. നന്മകൾ നമുക്ക് ഭാരമാകുന്നത് കൊണ്ടാണ്. പലപ്പോഴും നന്മകൾ നമുക്ക് ഭാരമായി നമുക്ക് തോന്നാണ്. അതുകൊണ്ടാണ് നന്മകൾക്ക് നമ്മളൊരു സീസൺ തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്, റമളാൻ നന്മകൾ വ്യാപകമായി ചെയ്യാനുള്ള സീസൺ തന്നെയാണ്. നന്മകൾക്ക് വർധനവുണ്ടാവേണ്ട കാലഘട്ടമാണ്. പക്ഷെ റമളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ 7 അയലത്ത് നമ്മളില്ല. നമ്മൾ റമളാൻ സ്പെഷ്യലിസ്റ്റുകളാകാണ്. തിന്മകൾ അത് നമുക്കൊരു പ്രയാസമില്ലാതായി മാറുകയാണ്. നന്മകൾ നമുക്ക് ഭാരമാകുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിത്തറകളിൽ അടിത്തറയാണ്. ഇസ്ലാമിലെ ഏതൊരു നന്മയും നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. അതെത്ര നിസാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിർബന്ധമാക്കിയതാകട്ടെ, കേവലം ഐച്ഛികമായ സുന്നത്തുകളാകട്ടെ, ചെയ്താൽ കൂലി മാത്രമാണ്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്ത ഐച്ഛികമായ സുന്നത്തുകൾ മാത്രമാകട്ടെ, ഒരു മനുഷ്യനും ഭാരമില്ലാത്തതാണ്. ആരാണിത് പറഞ്ഞത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു. നമുക്ക് മനപ്പാടമുള്ള ആയത്തിൽ പറഞ്ഞു. ആമന റസൂൽ സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ 2 ആയത്തെ ഹിഫ്ളില്ലാത്ത ആരാണുള്ളത്? എന്താണ് അള്ളാഹു പറഞ്ഞു? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, പറയൂ, ബാക്കി പറയൂ, ഇല്ലാ വുസ്അഹ. ഒരു നഫ്സിനും, ഒരു മനുഷ്യന്റെ നഫ്സിനും ഭാരമുള്ളത് അള്ളാഹു ദീനിൽ നിയമാക്കിയിട്ടില്ല. ദീനിൽ സ്ഥിരപ്പെട്ടൊരു നിയമമുണ്ടോ? ദീനിലെ എത്ര നിസാരമെന്നോ നന്മയുണ്ടോ ഒരാൾക്കും ഭാരമുള്ള അള്ളാഹു ഈ ദീനിൽ നിയമമാക്കിയിട്ട്. നമുക്ക് ഭാരമുണ്ട് എന്ന് തോന്നുന്നുവെങ്കിൽ ആരുടെ പ്രശ്നമാണത്? നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ നഫ്സിന്റെ പ്രശ്നമാണ്. നമ്മൾ ചികിത്സിക്കേണ്ട നമ്മുടെ രോഗത്തിന്റെ പ്രശ്നമാണ്. ദീനിലെ ഓരോ നന്മയും നമുക്ക് ഭാരമല്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങൾ, ഈ വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന ചൂടിൽ ഒരു പകലുടനീളം 10 മുതൽ 12 മണിക്കൂർ വരെ ഒരിറക്ക് പോലും വെള്ളം കുടിക്കാതെ, പലരും ഉമിനീര് പോലും ഇറക്കാൻ മടിക്കുന്നു, നമ്മുടെ ജീവൻ നിലനിർത്താൻ ആധാരമായ ഭക്ഷണം പോലും കഴിക്കാതെ, ഒരു വറ്റ് പോലും ഇറക്കാതെ, നമുക്ക് ഹലാലായ ഇണയുമായുള്ള ശാരീരിക ബന്ധം പോലും ആരും അറിയാതെ സാധിക്കുമായിരുന്നിട്ടും അകന്ന് നിയന്ത്രിച്ച് സംയമനം പാലിച്ച് കടിഞ്ഞാനിട്ട് വിശപ്പും ദാഹവും സഹിച്ച് ക്ഷമിച്ച് സഹനം ശീലിച്ച് നമ്മൾ അടക്കി നിർത്തുന്ന ശീലിച്ച തഖ്വ കൊണ്ട് നേടിയെടുത്ത ഈ നോമ്പുണ്ടല്ലോ, ഈ മഹത്തായ ഇബാദത്ത്, ഇതിനേക്കാൾ നമുക്ക് പ്രയാസമുള്ള മറ്റൊരു ഇബാദത്തുണ്ടോ? പറയൂ, നിങ്ങൾ പറയൂ, ഉണ്ടോ? ഒരു മാസക്കാലമുടനീളം ഈ ഇബാദത്ത് ചെയ്യുന്നത് പോലെ, ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ മറ്റേത് ഇബാദത്തുകളാണ് മുസ്ലിമീങ്ങൾ എണ്ണം കൊണ്ടും പെരുപ്പം കൊണ്ടും ആവേശപൂർവ്വവും താല്പര്യപൂർവ്വവും ചെയ്യുന്നത്? വേറെ ഇബാദത്താ? നോമ്പ് കാലത്ത് നോമ്പ് മുൻനിൽക്കുന്ന ഇബാദത്തല്ലാതെ ഇത് അല്ലാഹു ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ ശീലിപ്പിക്കുന്നു. ഇതിനേക്കാൾ പ്രയാസമുള്ളൊന്ന് പിന്നെന്താണ് ദീനിൽ നന്മയായിട്ടുള്ളത്? എടോ, നമ്മുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന ദാഹവും വെള്ളവും വിശപ്പും ശമിപ്പിക്കുന്ന ഭക്ഷണവും വെള്ളവും ഒരു പകലുടനീളം അകറ്റി നിർത്താൻ നമ്മെ ശീലിപ്പിച്ച, അതിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തെക്കാൾ വലിയ പ്രയാസം, അതിനേക്കാൾ വലിയ നന്മ, അത് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹിക്കുന്ന സഹനത്തെക്കാൾ വലിയ ത്യാഗം മറ്റേത് നന്മയിലാണുള്ളത്? ലാ ഹൗല വലാ ഖുവത. എന്നിട്ട് നമ്മൾ പറയുന്നു ഇസ്ലാം പ്രയാസമാണ്, ദീനിലെ നന്മകൾ സുന്നത്തല്ലേ, അതൊന്നും എല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. സുന്നത്ത് ചെയ്യാനുള്ളതന്നെ, ചെയ്യേണ്ടവർ ചെയ്യട്ടെ. സുന്നത്തിനെ പോലും ആളുകൾ വില കുറഞ്ഞ് കാണുന്നു. സഹോദരങ്ങളെ, ഒരു സുന്നത്ത് കൊണ്ട് നമുക്ക് നേട്ടമാണ്. അത് ഉപേക്ഷിച്ചാൽ ശിക്ഷയിൽ, അത് ചെയ്യുന്നിടത്തോളം പരമാവധി സുന്നത്തുകൾ അധികരിപ്പിക്കുന്നു, നമുക്ക് നേട്ടമാണ്, നമുക്ക് നന്മയാണ്. ഒരു നന്മക്ക് അല്ലാഹു ചുരുങ്ങിയത് 10 ഇരട്ടിയാണ് പ്രതിഫലം നൽകുന്നത്. അതെത്ര നിസാരമാണെങ്കിലും ആ നന്മ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച മനോവികാരം, ഛേദോവികാരം, അതുകൊണ്ട് 700 ഇരട്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രതിഫലം നിശ്ചയിക്കും. അല്ല, നീ അത് ചെയ്തില്ല,
ഒരു നന്മ ചെയ്യാൻ നിനക്ക് ആഗ്രഹമുണ്ട്, ചെയ്യാൻ സാധിച്ചില്ല. ആ ആഗ്രഹം കൊണ്ട്, നിന്റെ മനസ്സിന്റെ മോഹം കൊണ്ട് അള്ളാഹു നന്മക്ക് കൂലി രേഖപ്പെടുത്തുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് നഷ്ടമുള്ളത്? സഹോദരങ്ങളെ, നോമ്പിനെ കുറിച്ച് അള്ളാഹു പരാമർശിക്കവേ നോമ്പിന്റെ ആയത്തുകൾ പറഞ്ഞെടുത്ത് സൂറത്തുൽ ബഖറയിൽ റമളാനിനെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? നോമ്പെടുക്കാൻ സാധിക്കുന്നവർ, നാട്ടിലുള്ളവർ, രോഗികളല്ലാത്തവർ നോമ്പെടുക്കട്ടെ, അല്ലാത്തവർ വേറെ ദിവസങ്ങളിൽ ആ നോമ്പ് നോറ്റുവിട്ടട്ടെ, തീരെ സാധിക്കാത്തവർ ഫിദിയ കൊടുക്കട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല യുരീദു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ വലാ യുരീദു ബികുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. നോമ്പ് പോലും നമുക്ക് എളുപ്പമാക്കി തന്നില്ല അല്ലാഹു. ഇസ്ലാമിന് പുറത്തുള്ളവർ അത്ഭുത, എങ്ങനെ നിങ്ങളൊരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് എങ്ങനെ നിങ്ങൾ നോമ്പെടുക്കുന്നു? അത്ഭുതത്തോടെ ഒരു ചോദിക്കും. നോമ്പ് കാലത്തല്ലാത്തപ്പോൾ ഒരു നേരം ഭക്ഷണം തെറ്റിക്കഴിഞ്ഞാൽ, കിട്ടേണ്ട സമയത്ത്, ദാഹിച്ച സമയത്ത് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ശാരീരികമായ പ്രയാസം എത്രയാണ്. അള്ളാഹു നോമ്പ് എത്ര മനോഹരമായി ശക്തമായ ചൂടിൽ നമുക്ക് അനുകൂലമാക്കി എളുപ്പമാക്കി. അള്ളാഹുവിന്റെ വാഗ്ദാനമാണിത്. യുരീദു ബികുമുൽ യുസ്ർ, യുരീദുല്ലാഹു ബികുമുൽ യുസ്ർ. അള്ളാഹു നമുക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത്. ഈ കടുത്ത നോമ്പിന്റെ പ്രയാസം പോലും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി. പിന്നെ ഏത് നന്മയാണ് നമുക്ക് എളുപ്പമല്ലാതാകുന്നത്? വലാ യുരീദു ബികുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് ദീനിലെ ഒരു നന്മ കൊണ്ടും ഒരു ഞെരുക്കവും ഒരു പ്രയാസവും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. എന്നിട്ട് അള്ളാഹു എന്താ പറയുക? വലിതുക്മിലുൽ ഇദ്ദത, നിങ്ങൾ എണ്ണം പൂർത്തിയാക്കി നോമ്പെടുക്കാനും, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്കതിന് അള്ളാഹു മാർഗം കാണിച്ചു തന്ന, ഹിദായത്ത് നൽകിയതിന് നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്വത്തെ വാനോളം ഉയർത്തി തക്ബീർ ധ്വനികൾ മുഴക്കി ഈദ് ആഘോഷിക്കാനും അള്ളാഹുവിന്റെ മഹത്വത്തെ ഉയർത്താനും, വലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് നന്ദിയുള്ളവരാകാനും വേണ്ടിയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നന്മകൾ നമുക്ക് ഭാരമല്ല എന്ന് നമ്മൾ ഉറപ്പിക്കുക. പരമാവധി നന്മകൾ നമ്മൾ സ്വരുക്കൂട്ടുക. അള്ളാഹു പറഞ്ഞില്ലേ, മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി. ആരാണ് നന്നായി ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാണത്? അവന് വേണ്ടി തന്നെ. സ്വന്തം നഫ്സിന് വേണ്ടി നമ്മൾ നന്നാകണം. വമൻ ദല്ല ഫഇന്നമാ യദില്ലു അലൈഹ. ആരാണോ തെറ്റിപ്പോയത്, വഴിപിഴച്ചത്, ആർക്കാണ് അതിന്റെ വഴികേടിന്റെ ദോഷം? അവന് തന്നെ. നീ നന്നായാൽ അള്ളാഹുവിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നീ വടക്കായാൽ അള്ളാഹുവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒരിക്കലുമില്ല സഹോദര. നീ നന്നായാൽ നിനക്ക് വേണ്ടി, നീ കേടായാൽ നിനക്ക് തന്നെയാണ് അതിന്റെ ദോഷം. അള്ളാഹു പറയുന്നു, മൻ അമില സാലിഹൻ ഫലിനഫ്സി. നീ സൽക്കർമ്മം അനുഷ്ഠിച്ചാൽ അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ നേട്ടം നിനക്കാണ്. റബ്ബിനൊരു നേട്ടമില്ല. റബ്ബിന്റെ ഖജനാവിൽ ഒരു തുമ്പും കൂടുന്നില്ല. വമൻ അസാഅ ഫഅലൈഹ. നീ മോശമായി ജീവിച്ചാൽ അതിന്റെ പാപഭാരം പേറുന്നത് നീ തന്നെ, അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടവന് നീ തന്നെ. വമാ റബ്ബുക ബിളല്ലാമിൽ അബീദ്. ചെയ്യാത്തതിന്റെ പേരിൽ അനീതി കാണിച്ച് പിടികൂടുന്നവനല്ല നിന്റെ റബ്ബ്. ഒരടിമയോടും നിന്റെ റബ്ബ് അനീതി പ്രവർത്തിക്കുകയില്ല. നീ തെറ്റ് ചെയ്താൽ അതിനർഹമായ ശിക്ഷ അവൻ നിനക്ക് വിധിക്കും. അതവന്റെ നീതിയാണ്, ന്യായമാണ്, സത്യമാണ്, അനിഷേധ്യമാണ്. മയ്യശ്കുർ ഫലിനഫ്സി. അള്ളാഹു പറഞ്ഞു, വമയ്യശ്കുർ ഫഇന്നമാ യശ്കുറു. ആരാണോ നന്ദിയുള്ള അടിമയായത്, ആ നന്ദി അവൻ അവന്റെ നഫ്സിനോട് തന്നെ ചെയ്യുന്നത്. അള്ളാഹ്ക്ക് നന്ദി ചെയ്ത് ജീവിക്കുന്നത് റബ്ബിനുള്ള ശുക്റാണ്, ശരി. അതിനപ്പുറത്ത് നിന്റെ നഫ്സിനോട് തന്നെ നീ ചെയ്യുന്ന നന്ദിയാണ്. എന്താണ് നന്ദി? പരലോകത്ത് ആ നഫ്സ് ആക്ഷേപിക്കുന്ന രംഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ നഫ്സ് ആക്ഷേപിക്കാതിരിക്കാൻ, നന്ദിയുള്ള നഫ്സാകാൻ നീ സ്വന്തത്തോട് തന്നെ ചെയ്യുന്ന, നിന്റെ സ്വന്തം ശരീരത്തോട് നീ പാലിക്കുന്ന നീതിയും ന്യായവും നന്ദിയുമാണ് നന്മ ചെയ്ത് അള്ളാഹ്ക്ക് നന്ദി ചെയ്ത് ജീവിക്കുന്നത്. റമളാൻ അതിനുള്ള അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയും പറഞ്ഞു, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. നീ എന്തൊരു നന്മ മുൻകൂട്ടി പ്രവർത്തിച്ചു വെച്ചോ, നിനക്കത് അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്ത് കാണാൻ സാധിക്കും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. എന്തൊരു അണുമണിത്തൂക്കം, ഒരു ചെറിയ ഉറുമ്പിന്റെ കാൽപ്പാടിനോളം നിസാരമായ ഒരു അണുമണിത്തൂക്കം നന്മ നീ പ്രവർത്തിച്ചോ, നീ അത് കാണുമടോ. പരലോകത്ത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളത് കാണും. ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരു സുബ്ഹാനല്ലാഹയുടെ വില, ഒരു ദിക്റിന്റെ വില, ഒരു ഇസ്തിഗ്ഫാറിന്റെ വില, ഒരു റക്അത്ത് നിസ്കാരത്തിന്റെ വില, ഒരു വരി ഖുർആൻ ഓതിയതിന്റെ വില ഇന്ന് നമുക്ക് മനസ്സിലാവില്ല. നാളെ പരലോകത്തെത്തിയാൽ ഖബറിൽ ആരുമില്ലാത്ത ഏകാന്തവാസത്തിൽ കൂരാകൂരിരുട്ടിൽ, സമ്പത്തില്ല, സന്താനങ്ങളില്ല, സുഖസൗകര്യങ്ങളില്ല, അധികാരമില്ല, സ്ഥാനമില്ല, കൂട്ടില്ല, കൂട്ടാളികളില്ല, ചങ്ങാതിമാരില്ല, മെത്തയില്ല, തലയിണയില്ല, എയർ കണ്ടീഷനില്ല, തണുപ്പില്ല, കൂരാകൂരിരുട്ടിൽ ദംഷ്ടജീവികൾ മാത്രം നിന്നോട് സഹവസിക്കുന്ന രംഗത്ത് നിനക്ക് സുഹൃത്തുക്കളായെത്തുന്ന, നിന്റെ കൂട്ടുകാരനായെത്തുന്ന, നിന്റെ സൽക്കർമ്മങ്ങളുടെ ശേഖരങ്ങൾ, മനോഹരമായ വദനമുള്ള,
സുഗന്ധവും പരിമളവും അടിച്ചു വീശുന്ന, സന്തോഷവാർത്തറിയിക്കുന്ന സുഹൃതവാനായ ഒരു മനുഷ്യന്റെ രൂപത്തിൽ സൽക്കർമ്മങ്ങൾ നമ്മുടെ ചാരത്തുണ്ടാകുമെന്നാണ് ഖബറിൽ. സഹോദരങ്ങളെ, അത് നമ്മൾ കണ്ടെത്തും, നമ്മൾ തിരിച്ചറിയും, നമ്മൾ മനസ്സിലാക്കും. ഇന്ന് നമുക്കതിന്റെ വില മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് നിസാരമായ നന്മ ചെയ്താലും അത് കാണുന്ന രംഗമുണ്ട്. അതുപോലെ തന്നെ എത്ര നിസാരമെന്ന് തോന്നുന്ന തിന്മയാണെങ്കിലും നമ്മളത് ചെയ്തിട്ടുണ്ടോ അതിന്റെ പര്യവസാനം നമ്മൾ അനുഭവിക്കും, കണ്ടെത്തും. മാലോകർ മുഴുവൻ അത് പുണ്യപ്രവൃത്തിയായി കൊണ്ടാടിയാലും, ദുനിയാവിലുള്ളവർ മുഴുവൻ ഇസ്ലാമിലെ ഹറാമുകൾ അത് നന്മയായി കൊണ്ടാടിയാലും, സംഗീതമാണെങ്കിലും സിനിമയാണെങ്കിലും, ഒരുമിച്ച് ചേരാൻ പാടില്ലാത്ത, സംഗമിക്കാൻ പാടില്ല സ്ത്രീ പുരുഷന്മാർ സംഗമിക്കുന്നതാണെങ്കിലും, അത് നോമ്പുതുറയുടെ പേരിലാണെങ്കിലും, അത് കുടുംബ ഫംഗ്ഷനുകളുടെ പേരിലാണെങ്കിലും, അള്ളാഹുവിന്റെ ദീനിൽ വിലക്കിയ ഹറാമുകൾ അതെത്ര നിസാരമാണെന്ന് തോന്നുന്നെങ്കിലും ഈ ആയത്തറിയാത്ത ആരാണുള്ളത്? എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ എന്താ ദർറത്ത് എന്ന് പറഞ്ഞാൽ അണുമണി തൂക്കം. നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയും. ഒരു ചെറിയ ഉറുമ്പിന്റെ കാൽപ്പാട് അതെത്ര നിസാരമായിരിക്കും. അത്രത്തോളം നിസാരമായ നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും പരലോകത്ത് അത് കാണുമെന്നാണ്. കാണുമെന്ന് അള്ളാഹുവാണ് പറഞ്ഞു. കാണും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, തിരുത്താനും വീണ്ടെടുക്കാനുമുള്ള അവസരമാണ് റമദാൻ എന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മുൻഗാമികൾപ്പെട്ട ചിലർ നൽകിയ മനോഹരങ്ങളായ വസീയത്തുകൾ ഒരുപാട് നമുക്ക് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. ചില അക്കൂട്ടത്തിൽപ്പെട്ട ചില വസീയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാനായ ഇബ്നു ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തബ്സിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കുറച്ച് മുതിർന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലം അതാണ്. ഈ സംസാരം മുതിർന്ന ആളുകൾക്ക് മാത്രമല്ല, മുതിർന്ന ആളുകൾ ഇതിലെ പ്രഥമ അഭിസംബോധിതരാണ്. അതോടൊപ്പം ഇത് കേൾക്കുന്ന, ഇത് വായിക്കുന്ന എനിക്കും എല്ലാവർക്കും പ്രായഭേദമന്യേ ഈ ഉത്ബോധനങ്ങൾ ഫലവത്തായിരിക്കും ഇൻഷാ അല്ലാഹ്. ശ്രദ്ധിച്ചു കേൾക്കണം. ഇബ്നു ജൗസി റഹിമഹുല്ലാ അദ്ദേഹം പ്രായമേറിയ നിര വന്നു തുടങ്ങിയ ആളുകൾ അഭിസംബോധന ചെയ്ത് ചോദിക്കുകയാണ്, ഇലാ കം യാദൽ മഷീബ്, ഓ നരബാധിച്ചു തുടങ്ങിയവരെ, ഇനിയും എത്ര കാലത്തേക്കാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ഇനിയും ആർക്കു വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അമൽ അംറു മിൻക ഖരീബ്, നിന്റെ കാര്യം അടുത്തായി, നിന്റെ അവധി തീരാനായി, നിന്റെ ആയുസ് ഒടുങ്ങാനായി, നിന്റെ വിധി സമീപസ്ഥമാണ്, നിന്റെ ജീവിതം അവസാനിക്കാനായി. കം തഅബ ഫീ വഅദിക ഖതീബ്, എത്രയാണ് ഉപദേശിക്കുന്ന ഉപദേശകന്മാർ നിന്നെ ഉപദേശിച്ച് ക്ഷീണിച്ചു പോയത്? എത്രയാണ് അവരുടെ വായിലെ വെള്ളം പറ്റിയത്? എത്രയാണ് അവരുടെ തൊണ്ട കീറുമാറ് നിന്നെ ഉപദേശിച്ചവർ ശബ്ദിച്ചു പോയത്? അവരെ ശബ്ദമിടറിയത്, അവരെ ഖൽബ് വിങ്ങിയത്, അവരെ കണ്ണു നിറഞ്ഞത്? നിന്നെ ഉപദേശിച്ച് ഉപദേശകന്മാരുടെ ക്ഷീണം എത്രയാണ് ഈ അന്തരീക്ഷം ഏറ്റുവാങ്ങിയത്? കം തഅബ ഫീ വഅദിക ഖതീബ്, കേൾക്കാഞ്ഞിട്ടാണോ? ഖുർആനിന്റെ വചനങ്ങൾ അറിയാഞ്ഞിട്ടാണോ? റസൂലുള്ളാഹിയുടെ ഹദീസുകൾ, അതിന്റെ അമൂല്യമായ അധ്യാപനങ്ങൾ കേൾക്കാഞ്ഞിട്ടാണോ? ഇസ്ലാമിന്റെ ഔന്നത്യവും പ്രതാപവും അന്തസ്സും അനിഷേധ്യവും മനസ്സിലാകാഞ്ഞിട്ടാണോ? എത്രയാണ് കേട്ടത്? പിന്നെയും നന്നാവാം, ഇനിയും സമയമുണ്ടല്ലോ, ഇപ്പൊ തന്നെ വേണ്ടല്ലോ, കാത്തിരിക്കുകയാണെന്ന്. ഇനിയും എവിടേക്കാണ് നീ കാത്തിരിക്കുന്നത്? കം ആലജക തബീബ്, എത്രയാണ് നിന്റെ മനസ്സിനെ ബാധിച്ച രോഗങ്ങളെ ചികിത്സിക്കുന്ന അമ്പിയാക്കളുടെ ചികിത്സകൾ? തബീബ് എന്നോട് ഉദ്ദേശിച്ചത് സാധാരണ നമ്മൾ ശരീരത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ കുറിച്ചല്ല. മുൻഗാമികൾ ചില പറഞ്ഞു അമ്പിയാക്കൾ അത്തിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ആത്മീയമായ ചികിത്സകരാണ്. മാനസിക പ്രശ്നങ്ങൾക്ക്, ആത്മീയമായ അപജയങ്ങൾക്ക്, മനസ്സിനെ ബാധിക്കുന്ന അഹന്തയും പൊങ്ങച്ചവും താൻ പോരിമയും അസൂയയും വിദ്വേഷവും പകയും, ഇങ്ങനെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾക്കെല്ലാം ചികിത്സ നൽകുന്നവർ സാക്ഷാൽ അമ്പിയാക്കളാണ്. അവർ നൽകിയ ചികിത്സ വഹീന്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിന്റെ ഖുർആനിന്റെയും അതിന്റെ വിശദീകരണങ്ങളെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെയുള്ള നിന്റെ മനസ്സിനെ ചികിത്സിച്ച ചികിത്സകന്മാർ എത്രയാണ് ചികിത്സിച്ച് ക്ഷീണിച്ചത്? നിനക്കെപ്പോഴും ചികിത്സ ഫലിച്ചില്ല, നിനക്കെപ്പോഴും ഉപദേശം ഫലിച്ചില്ല. ഇന്നഹു ലമറദുൻ അജീബുൻ ഇന്നഹു ലദാഉൻ ഗരീബുൻ, നിനക്കെപ്പോഴും വിചിത്രമായൊരു രോഗമാണ്, അത്ഭുതകരമായൊരു രോഗം, വിചിത്രകരമായൊരു രോഗം നിന്നെ ബാധിച്ചിരിക്കുന്നു. എന്താണ് ആ രോഗം? വഖൽബുൻ സ്വലീം, നിന്റെ ഉറച്ചുപോയ കൽബുണ്ടല്ലോ, അതിനൊരു മാറ്റവുമില്ല. പർവ്വതങ്ങളെക്കാൾ ഉറച്ചുപോയ,
കടുത്ത പാറയേക്കാൾ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക്, പാറക്കല്ലിനേക്കാൾ ഉറച്ചുപോയവർ. ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെങ്ങാനും നിർജീവമായ ഒരു പർവ്വതത്തിന് മുകളിലാണ് അവതരിച്ചിരുന്നെങ്കിൽ ഈ ഖുർആനിന്റെ ആശയ ഗാംഭീര്യ നിമിത്തം, റബ്ബിനെ കുറിച്ചുള്ള പേടി നിമിത്തം നിർജീവമായ പർവ്വതം പോലും പൊട്ടിത്തകരുമായിരുന്നു. ചലിക്കുന്ന ജീവനുള്ള നമ്മുടെ ഹൃദയത്തിന് ഒരു ചലനവുമില്ല, ഒരനക്കവുമില്ല. ഇങ്ങനെ നിന്നെ ബാധിച്ച വിചിത്രമായ അത്ഭുതകരമായ രോഗം നിന്റെ കൽബ് ഉറച്ചുപോയടോ. പാറ പോലെ ഉറച്ചുപോയി, പർവ്വത സമാനമായി ഉറച്ചുപോയി. അദ്മുൻ വാഹിനുൻ. പക്ഷേ വർഷങ്ങളും ദിവസങ്ങളും ദിനരാത്രങ്ങളും മുന്നോട്ട് പോകുന്തോറും നിന്റെ എല്ല് ക്ഷയിക്കുകയാണ്, നിന്റെ ആരോഗ്യം ക്ഷയിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ നിന്നാണ് കുറഞ്ഞു പോകുന്നത്. നമ്മുടെ ആയുസ് കുറയുകയാണ്, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയാണ്. നമ്മൾ പഴയതിനേക്കാൾ ക്ഷീണിതരാകുകയാണ്, ശരീരം ക്ഷയിക്കുകയാണ്, ശോഷിക്കുക. പക്ഷെ നമ്മളെ കൽബിനൊരു മാറ്റമില്ല, അത് ഉറച്ചു തന്നെ ഉണ്ട്, പാറ പോലെ, പർവ്വതം പോലെ. ഇത് വല്ലാത്ത രോഗമല്ലേ? അതാണ് അദ്ദേഹം പറഞ്ഞത്, ഹാദാ മറദുൻ ഗരീബ് ദാഉൻ അജീബ്. അത് വിചിത്രവും അത്ഭുതകരവുമായ രോഗമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ഹാദാ, അല്ലയോ മനുഷ്യ, ലാ ശൈഅ അഖല്ലു മിനദ് ദുനിയ വലാ അഅസ്സു മിൻ നഫ്സിക്. നിന്നെ ഇതിന് പ്രേരിപ്പിക്കുന്ന, നിന്റെ കൽബിങ്ങനെ ഉറച്ചു പോകാനുള്ള കാരണം എന്താണ്? നീ ഏറ്റവും വലുതായി കാണുന്ന ഏറ്റവും നിസാരമായൊരു സംഗതി ദുനിയാവ്, അതിന് നീ കൽപ്പിച്ച സ്ഥാനമാണ്. ഈ നശിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിനോളം പോലും വിലയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലെ, അള്ളാഹുവിന്റെ അടുക്കൽ ദുനിയാവ് ലൗ കാനത്തി ദുനിയാ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദ. അള്ളാഹുവിന്റെ അടുക്കൽ ഈ ദുനിയാവിന്, നമുക്കെല്ലാമായ, നമുക്കേറെ പ്രിയപ്പെട്ട ഈ ദുനിയാവ് ഒരു കൊതുകിന്റെ ചിറകിനോളമെങ്കിലും അതിന് കനമുണ്ടായിരുന്നുവെങ്കിൽ, വിലയുണ്ടായിരുന്നുവെങ്കിൽ, അള്ളാഹനെ ധിക്കരിക്കുന്ന, അള്ളാഹു നൽകിയ നാവ് കൊണ്ട് റബ്ബില്ല എന്ന് പറയുന്ന കാഫിറിന് പോലും, ഒരു കാഫിറിന് പോലും ഒരിറക്ക് വെള്ളം പോലും അള്ളാഹു കൊടുക്കില്ലായിരുന്നു. പക്ഷെ അവൻ കുടിക്കുന്നു, അവൻ സുഖിക്കുന്നു, അവൻ രമിക്കുന്നു, അവൻ വീണ്ടും അവന്റെ കുഫറിൽ ആറാടുന്നു, തോന്നിവാസങ്ങൾ ജൽപ്പിക്കുന്നു. എന്താണ് കാരണം? അള്ളാഹു ദുനിയാവിന് അത്രയോടെ വില നൽകിയിട്ടുള്ളൂ. ദുനിയാവ് കാഫിറിന്റെ സ്വർഗമായിരിക്കും, മുഅ്മിന് ജയിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൊതുകിന്റെ ചിറകിനോളം പോലും സ്ഥാനം നൽകാത്ത ദുനിയാവ്, വില കുറഞ്ഞ ദുനിയാവ് നിനക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറയാണ്, വല അഅസ് മിൻ നഫ്സിക്, നിന്റെ നഫ്സാണ് അതിനേക്കാൾ വിലപിടിപ്പുള്ളത്. നിനക്ക് അല്ലാഹു നൽകിയ ഈ നഫ്സാണ് അതിനേക്കാൾ അമൂല്യമായത്. നീ നഫ്സിനെ ദുനിയാവിനേക്കാൾ പ്രിയം വെച്ച് സംരക്ഷിക്കണം. വഹാ അൻത തുൻഫിഖു അൻഫാസൻ നഫസിൻ നഫീസ അലാ തഹ്സീലി ദുനിയ അൽ ഖസീസ മതാ യുക്നിഉക അൽ കഫാഫ്. നിന്റെ ഈ വിലപ്പെട്ട നിന്റെ നഫ്സിലൂടെ നീ ആസ്വദിക്കുന്ന ഈ ശ്വാസോച്ഛ്വാസങ്ങളുണ്ടല്ലോ, നീ ശ്വസിക്കുന്നു, ഉച്ഛ്വാസവായു പുറത്തുവിടുന്നു, നിന്റെ നിമിഷങ്ങളാണ്, നിമിഷാർദ്ധങ്ങളാണ്. നീ നശിക്കുന്ന ദുനിയാവിന് വേണ്ടി നിന്റെ ഈ ശ്വാസോച്ഛ്വാസങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ, ചെലവഴിച്ചാൽ എത്ര നിന്ദ്യമാണ്. നശിക്കാത്ത പരലോകത്തിന് വേണ്ടി നീ അത് ചെലവഴിക്കുന്നില്ല, അതെത്ര അപമാനകരമാണ്. മതാ യുക്നിഉക അൽ കഫാഫ്. എപ്പോഴാണോ ദുനിയാവിന് വേണ്ടി ഓടിപ്പാഞ്ഞ് അധ്വാനിച്ച് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് നിന്റെ ജീവനും ജീവിതവും ശ്വാസോച്ഛ്വാസവും ഓട്ടവും തിരക്കും സംസാരവും ചർച്ചയും അധ്വാനവും നിന്റെ രാപ്പകലുകളുടെ നീളം ഈ നശിക്കുന്ന കൊതുകിന്റെ ചിറകിലോളം പോലും വിലയില്ലാത്ത, അള്ളാഹുവിന്റെ അടുക്കൽ വിലയില്ലാത്ത ദുനിയാവിന് വേണ്ടി നീ നഷ്ടപ്പെടുത്തി, നീ ഇങ്ങനെ ശ്വാസോച്ഛ്വാസങ്ങൾ വേസ്റ്റാക്കിയാൽ, നിന്റെ നിമിഷാർദ്ധങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ, മതാ യുക്നിഉക അൽ കഫാഫ്, നിനക്കെന്നാണോ മതി വരിക? എന്നാ നിനക്ക് തൃപ്തിയടയുക? ദുനിയാവ് സമ്പാദിച്ചിട്ട് മതി, എനിക്ക് ആവോളം കിട്ടി എന്ന് ദുനിയാവിൽ മതി എന്ന് പറയുന്ന, ദുനിയാവ് മതി എന്ന് പറയുന്നത് നിനക്ക് എന്നാണ് അവസാനിപ്പിക്കാൻ സാധിക്കുക? അള്ളാഹു പറഞ്ഞ പോലെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ. ഖബർ കാണുവോളം, 6 അടി മണ്ണ് നമ്മൾ സന്ദർശിക്കുവോളം, മരണമെന്ന യാഥാർത്ഥ്യം നമ്മൾ രുചിച്ചറിയുവോളം നമുക്ക് മതിയാവൂല. അതാണ് അദ്ദേഹം പറഞ്ഞു, എപ്പോഴാണ് പിന്നെ മതിയാകുക? ദുനിയാവ് നേടിയിട്ടും നേടിയിട്ടും എപ്പോഴാണ് നിനക്ക് പൂതി തീരുക? മതാ യറുദ്ദുകൽ അഫാഫ്, ദീന കൊണ്ട് നീ നേടുന്ന പരിശുദ്ധി എപ്പോഴാണ് മതി? ദുനിയാവിൽ കിട്ടിയത് മതി എന്ന് നിന്നെ കൊണ്ട് പറയിക്കുക. മതാ യുഖവ്വിമുക അസ്സഖാഫ്, ദീനിന്റെ സംസ്കാരം, ദീനിന്റെ കൾച്ചർ എപ്പോഴാണ് നിന്നെ നേരെയാക്കുക? സഹോദരങ്ങളെ, ഇതിൽ ഓരോ വാചകങ്ങൾ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ കൾച്ചർ എന്താണ്? വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്.
ജൂതനെതിരെയും പാശ്ചാത്യനെതിരെയും സംസാരിക്കുന്നവർ, പ്രതിഷേധിക്കുന്നവർ, നിരത്തിലിറങ്ങുന്നവർ, മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ ചോര തിളക്കുന്നവർ, ഊറ്റം കൊള്ളുന്നവർ, സംഘടിക്കുന്നവർ, സായുധമായി ഒരുങ്ങണമെന്ന് പറയുന്നവർ, എന്താണ് അവരിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും സംസ്കാരം? തല മുതൽ അടിവരെ വേഷത്തിലും കോലത്തിലും എവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം? ജൂതന്റെ വേഷം ധരിച്ച് ജൂതനെതിരെ സംസാരിക്കുന്നു, ജൂതന്റെ കോലം കെട്ടി ജൂതനെതിരെ സംസാരിക്കുന്നു, പാശ്ചാത്യന്റെ ഡ്രസ് കോഡ് സ്വീകരിച്ച് പാശ്ചാത്യത്തിനെ സംസാരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിച്ച ശത്രുക്കൾക്കെതിരെ മുസ്ലിം ഉമ്മത്തിന്റെ ശത്രുക്കളുടെ സംസ്കാരവും പെരുമാറ്റവും ആദർശവും സാംസ്കാരികമായി പേറി, കൾച്ചറലി പേറി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നു. ഇസ്ലാമിന്റെ സംസ്കാരം നിന്നെപ്പോഴാണോ നേരാക്കുക? എപ്പോഴാണ് നീ തനിച്ച മുസ്ലിമാണ് എന്ന് നിന്റെ പെരുമാറ്റത്തിലും രൂപത്തിലും ഭാവത്തിലും സംസ്കാരത്തിലും അന്യർക്ക് ബോധ്യപ്പെടുക? ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നല്ല മൂല്യങ്ങളും സംസ്കാരങ്ങളും നഷ്ടപ്പെടുകയാണ്. മറ്റു പ്രത്യയശാസ്ത്രങ്ങൾ ഇങ്ങോട്ട് പകരാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ, ജൂത നസാറാക്കളുടെ എന്താണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ മക്കളുടെ ന്യൂജൻ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഡ്രസ് കോഡ് എന്താണ്? അവർ ധരിക്കുന്ന വസ്ത്രം എന്താണ്? ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യക്ഷത്തിൽ വേഷത്തിൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ വേഷത്തിൽ വരെ സമത്വമായി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എവിടെയാണ് ഇസ്ലാമിന്റെ സംസ്കാരം? മുസ്ലിമിന്റെ സംസ്കാരം എവിടെയാണ്? എന്നാണ് നിന്നെ അത് നേരെയാക്കുക? ഇന്നക ലതബാ ഇല്ലൽ ഖിലാഫ്. എന്തു പറഞ്ഞാലും നിനക്ക് ദുർന്യായങ്ങളും എതിർപ്പുകളും ഉണ്ട്. എത്ര കാലം മുമ്പ് അദ്ദേഹം പറഞ്ഞാണ് നോക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ചേർത്തി വായിക്കാൻ കൊത്തിവെക്കാൻ പറ്റത്തില്ല ഓരോ വരിയും. എത്ര പറഞ്ഞാലും നിനക്ക് എന്താണ് മനസ്സിലാകാത്തത്? ഇന്നക ലതബാ ഇല്ലൽ ഖിലാഫ്. എന്ത് ഇസ്ലാമിന്റെ തെളിവുകൾ ഉദ്ധരിച്ച് നിന്നോട് പറഞ്ഞാൽ നിനക്ക് എതിർപ്പുകൾ മാത്രം, ദുർന്യായങ്ങൾ മാത്രം. അത് മൗലവി, അത് ഉസ്താദെ, കാലഘട്ടം മാറിയില്ലേ? നമ്മളൊന്നും ജീവിച്ച പോലെ അല്ലല്ലോ. വിദ്യാഭ്യാസ രംഗം മാറി, സാമൂഹിക രംഗം മാറി, രാഷ്ട്രീയ രംഗം മാറി, കുട്ടികളുടെ മൈൻഡ് മാറി, സമൂഹത്തിന്റെ പൾസ് മാറി, കാലഘട്ടം മാറി. പുരോഗമനവും സ്വാതന്ത്ര്യവും സമത്വവും ഒക്കെ എങ്ങനെ നാഴികക്ക് 40 വട്ടം ശബ്ദിക്കുന്ന മോഡേൺ ഇസ്ലാമിസ്റ്റുകളുടെ വായിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ. ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഊറ്റം കൊള്ളുന്നവരെ നാവിൽ നിന്ന് വരുന്ന ഇസ്ലാമിന്റെ സംസ്കാരത്തിനെതിരായ ഭാഷ്യങ്ങളാണിത്, ചോദ്യങ്ങളാണിത്. മുൻഗാമികളത് മുമ്പ് കുറിച്ചു വച്ചിട്ടുണ്ട്. നിനക്കെതിർപ്പുകളും ദുർന്യായങ്ങളും മാത്രം. അത് സുന്നത്തല്ലേ? അതിപ്പോ എല്ലാവരും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് കേവലം സുന്നത്ത്, അത് കേവലം ശാഖാപരം. ഇപ്പോഴും നിങ്ങൾ ഫിഖുഹും ഇസ്ലാമിന്റെ അഖീദൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് തർക്കിച്ച് സമയം കളഞ്ഞോന്നാ പറയാം. എവിടെ ഇസ്ലാമിന്റെ അടിത്തറയില്ലാതെ പിന്നെ എന്ത് ഇസ്ലാം? ഇസ്ലാമിന്റെ ആദർശവും അടിത്തറയും ഇല്ലാതെ പിന്നെ ഏത് ദീനിനെ കുറിച്ചാണ്, ഏത് ഇസ്ലാമിനെ കുറിച്ചാണ് നിങ്ങളുടെ ചർച്ച? ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം റമദാനിലോ അനുഷ്ഠാനങ്ങളിലോ നിസ്കാരത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിക്കാഹിന്റെ സദസ്സിൽ മൊയ്ലേര് കൈപിടിച്ചു കൊടുക്കാനോ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ മാത്രം കൂട്ടിക്കെട്ടാനുള്ള ഇസ്ലാം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശ്വാസ അടിത്തറകളിൽ ആദർശം കൊണ്ട് സമ്പന്നമായ ദീനാണ്. തൗഹീദാണ് അതിന്റെ കാതൽ. തൗഹീദിന്റെ ബാലപാഠങ്ങൾ പോലും ഇസ്ലാമിന് വേണ്ടി ശബ്ദിക്കുന്ന ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുൻഗാമികളുടെ ഉപദേശങ്ങൾ എത്ര മഹനീയമാണ്. അദ്ദേഹം പിന്നെയും തുടരണം, മഖാലീദുക സിഖാൽ. എടോ, നിന്റെ പാപഭാരങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. യാ സുബ്ഹാനല്ലാഹ്. നീ ചെയ്തു കൂട്ടിയ തിന്മകളുടെ പാപഭാരങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ നിനക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. വറകഅതുക ഖിഫാഫ്. പക്ഷേ നിന്റെ ഇബാദത്തുകൾ, അല്ലാഹുവിന് വേണ്ടിയുള്ള റുകൂഉകൾ, സുജൂദുകൾ അതത്ര ലോലമാണ്, ശുഷ്കമാണ്. റമദാനിലും നീ എത്രയാണ് എന്താ നിന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ? നമുക്ക് വലിയ ഇബാദത്തായി മുന്തിയ പുണ്യപ്രവൃത്തിയായി എടുത്തു പറയാൻ സാധിക്കും എന്താണ് നമ്മുടെ നിസ്കാരത്തിന്റെ ഒരവസ്ഥ? നമ്മുടെ പാപക്കറകൾ, പാപങ്ങളുടെ ഭാണ്ഡങ്ങൾ ഒരു തുലാസിലും മറുതുലാസിൽ നമ്മൾ ഒരുപാട് ചെയ്തു കൂട്ടി എന്ന് പറയുന്ന ഇബാദത്തുകളും നിന്റെ നിസ്കാരങ്ങളും റുകൂഉം സുജൂദും ഒരു തട്ടിൽ വെക്കൂ. എന്തായിരിക്കും കനം തോന്നുക? പാപങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ നിനക്ക് വഹിക്കാൻ കഴിയാതിരിക്കുന്നിടത്തോളം ചെയ്തു കൂട്ടിയിട്ടും നിന്റെ റുകൂഉകൾ എത്ര ശുഷ്കമാണ്, ലോലമാണ്. നിന്റെ ഇബാദത്തുകൾ എത്ര നിസാരമാണ്. നിനക്കത് കേവലം തലകുത്തി മറയിലാണ്, യാന്ത്രികമാണ്. നിസ്കരിക്കാൻ നിന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് പൊടിയും തട്ടി ഓടാനുള്ള വ്യഗ്രതയാണ്. മസ്ജിദിലേക്ക് എത്തിപ്പോയാൽ അവിടെ നിറങ്ങി ഓടാനുള്ള തിടുക്കമാണ്. മസ്ജിദിൽ അല്ലാഹുവിനെ മാത്രം ഓർത്ത് കുറച്ചല്പസമയം ഒന്ന് ചെലവഴിക്കാൻ റമദാനിന്റെ ദിനരാത്രങ്ങൾ പോലും നിനക്ക് മോഹമില്ല. ദുനിയാവിന്റെ മോഹഭംഗമാണ് നിനക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. യാ ഖബീഹൽ ഖിസാൽ യാ സയ്യിഅൽ ഔസാഫ്
ഇങ്ങനെയുള്ള മോശം വിശേഷണങ്ങൾ പേറുന്നവനെ, ദുഷ്പ്രവർത്തനങ്ങൾ അലങ്കാരമാക്കി കൊണ്ടു നടന്നവനെ, തിന്മകൾ പ്രവർത്തിച്ചവനെ, യാ മുസ്തരിയൻ ബിസിനിൽ ഹിസ്ബിസ്സിനീനൽ ഇജാഫ്, ക്ഷേമമേറിയ വർഷങ്ങൾക്ക് പകരം ക്ഷാമമേറിയ വർഷങ്ങൾ വിലക്ക് വാങ്ങിയവനെ. എന്താണ് പറഞ്ഞത്? റമദാനെ മുൻനിർത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റമദാനിൽ ക്ഷേമങ്ങൾ അല്ലാഹു ഒരുപാട് നമുക്ക് അവന്റെ ക്ഷേമങ്ങളുടെ വാതായനങ്ങൾ തുറന്നു വെച്ച മാസമാണ്. നന്മകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം. നോമ്പ്, നിസ്കാരം, ഖുർആൻ പാരായണം, ദുആ, നരകമോചനം, പാപമോചനം, സ്വർഗപ്രവേശം, നന്മയുടെ വെളിയാളം, പിശാചുക്കളെ ചങ്ങലകൾ ബന്ധിച്ച അവസ്ഥ, ഇതൊന്നും മറ്റൊരു മാസത്തിലും മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധം ക്ഷേമകരമായ വർഷങ്ങൾക്ക് സമാനമായി. നോക്കൂ നിങ്ങൾ, ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ. ഈ മാസത്തിൽ ഒരു രാവുണ്ട്, ഒരൊറ്റ രാത്രി 1000 മാസങ്ങളെക്കാൾ, ഒരു പുരുഷായുസ് മുഴുവൻ നീ ചെയ്തു കൂട്ടുന്ന നന്മകളെക്കാൾ നന്മകളുടെ പ്രതിഫലം, മഹത്വവും സുഹൃതവും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരൊറ്റ രാത്രി. ക്ഷേമങ്ങളുടെ വർഷങ്ങൾ, ഇതിനെ നീ ക്ഷാമങ്ങളുടെ വർഷങ്ങൾക്ക് വേണ്ടി വിറ്റുകളഞ്ഞു. ഈ റമളാനിന്റെ ദിനരാത്രങ്ങൾ പോലും ദുനിയാവിന് വേണ്ടി കളിയും വിനോദവുമായി സമയം കൊല്ലുന്നവർ, രാത്രി ഉറക്കമൊഴിക്കുന്നവർ, അല്ലെ? ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, ട്രെൻഡിങ് നോമ്പ് തുറകളാണ്. ഇന്നലെ നോമ്പ് തുറന്നതിന് ശേഷം കുറച്ച് യാത്ര ചെയ്യാൻ സാധിച്ചു. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെ, അങ്ങാടികളിലൂടെയൊക്കെ. എല്ലായിടത്തും റോട്ടിലും നിരത്തിലൊക്കെ മുസ്ലിം ഉമ്മത്തിലെ മക്കളാണ്, സ്ത്രീകളും കുട്ടികളും ആബാലവൃദ്ധ ജനങ്ങളും. പലയിടത്തും വലിയ കല്യാണപ്പുരകളെ പോലെ അലങ്കരിച്ച് നോമ്പുതുറ ഫംഗ്ഷനുകളാണ്. മഹത്തായ ഇബാദത്തുകളുടെ രംഗം വരെ പ്രകടനപരതയും ഷോ ഓഫും. സുബ്ഹാനല്ലാഹ്, എന്ത് നന്മയാണ് ഈ ഉമ്മത്തിൽ പിന്നെ ബാക്കിയുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ക്ഷാമങ്ങളുടെ വർഷങ്ങൾ ക്ഷേമങ്ങളുടെ വർഷങ്ങൾക്ക് പകരം ഏറ്റുവാങ്ങിയവനെ. റമളാനിൽ ക്ഷേമമുണ്ടാക്കേണ്ടവരാണ് നാം. പരലോകത്തേക്കുള്ള, നമ്മൾ അതാണ് തുടക്കത്തിൽ പറഞ്ഞ ആയത്തിൽ പരലോകത്തേക്കുള്ള കച്ചവടത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വെച്ച്. പരലോകത്തേക്കുള്ള കച്ചവടം നടത്തി ക്ഷേമം കൊയ്യേണ്ട, ലാഭം കൊയ്യേണ്ട മാസമാണിത്. ആ അവസരം തട്ടിത്തെറിപ്പിച്ച് കണ്ണടച്ചവഗണിച്ച് ക്ഷേമവുമായി പോകേണ്ടതിന് പകരം ക്ഷാമവുമായി വെറും കയ്യോടെ പാപ്പരായി. ദുനിയാവിൽ പാപ്പരായാലും ദരിദ്രനായാലും ഒരു പ്രശ്നമില്ല. നമുക്ക് പലരും സഹായിക്കാനും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കൂട്ടുനിൽക്കാനും, തണലാകാനും, താങ്ങാകാനും, സംരക്ഷണമൊക്കെ ഒരുക്കാനുണ്ടാവും. പക്ഷെ പരലോകത്ത് സഹോദരങ്ങളെ, പരലോകത്ത് നേടേണ്ട ലാഭം കൊയ്യാതെ, അമലുകൾ കൊണ്ട് സമ്പാദിക്കാതെ അവിടെ നമ്മൾ പാപ്പരായാൽ, ദരിദ്രരായാൽ കടം തരാൻ ആരും ഉണ്ടാവില്ല. സന്നദ്ധ പ്രവർത്തകരാരുമില്ല, മക്കളില്ല, കുടുംബമില്ല, ഒരാളുമില്ല, ഒറ്റക്കാണ്. കുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും അല്ലാഹുവിങ്കൽ ഒറ്റക്കൊറ്റക്കാണ് വരിക, ഒറ്റക്കാണ് വിചാരണം, ഖബറിലും ഒറ്റക്കാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിടെ പാപ്പരായാൽ നാം നഷ്ടത്തിലാണ്, തീരാ നഷ്ടത്തിലായിരിക്കും. അതുകൊണ്ട് റമളാനിൽ നമ്മൾ ക്ഷേമം കൊയ്യുന്ന, ലാഭം കൊയ്യുന്നവരായി മാറണം. അവസാനം അദ്ദേഹത്തിന്റെ ഉപദേശം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഖിഫ് മുതദബ്ബിറൻ ലിഹാലിക്. അതുകൊണ്ട് മനുഷ്യ, നരവന്നവരെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, സ്ത്രീകളെ, പുരുഷന്മാരെ, കുട്ടികളെ, മനുഷ്യരെ, ഖിഫ് മുതദബ്ബിറൻ ലിഹാലിക്. നിന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നീ അല്പമൊന്ന് നിൽക്കൂ, നീ ഒന്ന് അടങ്ങി നിൽക്കൂ, നീ ഒന്ന് ഒഴിഞ്ഞിരിക്കൂ. നീ ഏകാന്തനായി നിന്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, നിന്റെ നെഞ്ചത്ത് കൈവച്ച് നീ നിന്നോട് മന്ത്രിച്ചു നോക്കൂ. എന്താണ് നിന്റെ അവസ്ഥ? ഇപ്പോൾ നീ മരിച്ചാൽ, ഈ നിമിഷം നിന്നെ 6 അടി മണ്ണിൽ മറമാടപ്പെട്ടാൽ എന്താണ് നിന്റെ അവസ്ഥ? എന്താണ് നിന്റെ സമ്പാദ്യം? ആരായിരിക്കും നിന്റെ കൂട്ട്? എന്തായിരിക്കും നിന്റെ പര്യവസാനം? നീ ചിന്തിക്കുക. നിന്നുകൊണ്ട് നെഞ്ചത്ത് കൈവച്ച് മനസാക്ഷിയോട് മന്ത്രിച്ചുകൊണ്ട് ചിന്തിക്കുക, എന്താണ് നിന്റെ അവസ്ഥ? ഫൽ മുഅ്മിനു വഖാഫുൻ വതദക്കർ വഈദൽ ഉസാതി വൈഹക അമാ തഖാഫ്. ഇങ്ങനെ ചിന്തിച്ച് സ്വയം വിചാരണ ചെയ്ത് നന്മയിൽ മുന്നേറി തിന്മകൾ നകന്നു നിൽക്കുന്നവൻ അവൻ മുഅ്മിൻ മാത്രമാണ്. മുഅ്മിനാണോ? ഈ ചിന്ത നമ്മെ പിടിച്ചു കുലുക്കണം. ഈ വിചാരണ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു മുഅ്മിന് മാത്രമേ ഇത് സാധിക്കുള്ളൂ. മുനാഫിഖാണോ? അവന് സാധിക്കില്ല. ഫാജിറാണോ, തെമ്മാടിയാണോ, കേവല മുസ്ലിം നാമധാരിയാണോ? ഈ ചിന്ത അവനുണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഒരു മുഅ്മിൻ, തിന്മ അതെത്ര നിസാരമാണെങ്കിലും സ്വന്തം തലക്ക് മുകളിൽ പതിക്കാനിരിക്കുന്ന പർവ്വതത്തിന് സമാനമാണ് അവനൊരു ചെറിയ തിന്മയെ പോലും വീക്ഷിക്കുക. ഒരു മുഅ്മിന്റെ നിലവാരാണിത്. എന്നാൽ ഒരു മുനാഫിഖ്, ഒരു തോന്നിവാസി, കേവല മുസ്ലിം നാമധാരി, അവന്റെ മൂക്കിന് തുമ്പത്ത് പാറിക്കളിക്കുന്ന ഒരു ഈച്ചക്ക് സമാനമാണ് അവൻ തിന്മകൾ. ആ ഈച്ചയെ കൈകൊണ്ട് പാറ്റിക്കളയുന്ന ലാഘവ ബുദ്ധിയോടെയാണ് തിന്മ അവൻ വീക്ഷിക്കുക.
നമ്മളിവിടെ എവിടെയാണ് നമ്മൾ പരിശോധിക്കണം. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ, അദ്ദേഹം ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനായ പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഇപ്രകാരം നൽകിയ മഹത്തായ ഒരു ഉപദേശം അതുകൂടി ഞാൻ കേൾപ്പിക്കാം. യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, തൂബാ ലിഅബ്ദിൻ അസ്ബഹത്തിൽ ഇബാദതു ഹിർഫതഹ. ഇതിലോരോ വാചകങ്ങൾ നിങ്ങൾ റമദാനുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. ഇതിലോരോ വാചകങ്ങളിലെയും വിശേഷണങ്ങൾ സമ്പാദിക്കാനുള്ള അസുലഭാവസരമാണ് റമദാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിലോരോ വരിയും നിങ്ങൾ റമദാനുമായി ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. തൂബാ ലിഅബ്ദിൻ അസ്ബഹത്തിൽ ഇബാദതു ഹിർഫതഹ. ഇബാദത്തിനെ, അല്ലാഹുവിനുള്ള ആരാധനകളെ, സുഹൃതങ്ങളെ സ്വന്തം തൊഴിലാക്കി മാറ്റിയവന് സ്വാഗതം. എങ്ങനെ? തന്റെ ഉദ്യോഗം, തന്റെ തൊഴിൽ. അല്ലെ, മനുഷ്യൻ ഒരാളുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിലായിരിക്കും അയാൾ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുക. അല്ലെ, അതിനു വേണ്ടായിരിക്കും അവന്റെ അധ്വാനവും അന്വേഷണവും ഗവേഷണവും പഠനവും പരിശ്രമവും ത്യാഗവും സമയവും. അല്ലെ, അതാണ് ഒരാളുടെ ഹിർഫത്ത് എന്ന് പറഞ്ഞാൽ, പ്രൊഫഷൻ, അതല്ലെങ്കിൽ അയാളുടെ കരിയർ, അയാളുടെ ജോബ് എന്നൊക്കെ പറയുന്നതാണ്. അതിനാണ് ഹിർഫത്ത് എന്ന് പറയാം അറബി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമ, അവന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്താണ്? അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. ഈ പറഞ്ഞ ദുനിയാവിൽ സമ്പാദിക്കണ്ട, കച്ചവടം ചെയ്യണ്ട, കുടുംബത്തെ പോറ്റണ്ടെന്നൊന്നല്ല. അത് നമ്മുടെ ഇബാദത്ത് നമുക്ക് സഹായമാണ്. നമ്മുടെ ജോലിയും നമ്മുടെ പ്രൊഫഷനൊക്കെ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തടസ്സമാകരുത്. നമ്മുടെ പ്രൊഫഷനും നമ്മുടെ ഉദ്യോഗവും തൊഴിലെല്ലാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്നതിലേക്ക് ഫ്ലെക്സിബിൾ ആക്കണം. ദീനിനെയും ഇബാദത്തിനെയും നമ്മുടെ പ്രൊഫഷനിലേക്കും ദുനിയാവിലേക്കും അങ്ങോട്ട് വളക്കലല്ല, ദീനിനു വേണ്ടി ഇബാദത്തിന് വേണ്ടി ഇങ്ങോട്ട് വളക്കലാണ്. കാരണം എന്താ? അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ജോലി ചെയ്യാനല്ല. ഇത് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ ദഹിക്കൂല, പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് ജോലി ചെയ്യാനാണ്. വിവാഹം കഴിച്ച് കുടുംബമായി യുഗയുഗങ്ങളായി തലമുറകളായി ഇവിടെ ജീവിക്കാനാണോ? ആണോ? അല്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു ഒരു ജിന്നിനെയും ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. അവൻ പറയുന്നു, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക, അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുക, അവൻ വിലക്കിയത് ഒഴിവാക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം. ഈ മുഖ്യ ലക്ഷ്യത്തിന് അനുഗുണമായിട്ടാണ് ബാക്കി നമ്മുടെ ദുനിയാവെല്ലാം വരേണ്ടത്. അത് അത്ഭുതകരമായി വരുന്നതാണ്. ഇതാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യമെങ്കിൽ, ഇതാണ് നമ്മുടെ തൊഴിലായി നമ്മൾ പരമപ്രധാനമായ നമ്മുടെ സ്വപ്നമായി ലക്ഷ്യമായി നമ്മൾ സ്ഥാപിച്ചതെങ്കിൽ ദുനിയാവൊക്കെ നമ്മുടെ പിന്നാലെ വരുമെന്നാണ്. അത്ഭുതകരമായി. വല്ലാഹി സുമ്മ തല്ലാഹി വബില്ല, അള്ളാഹുവിനെ സത്യം ചെയ്ത് അവനെ ആണയിട്ട് പറയട്ടെ, അത് അനുഭവിക്കുന്നവർക്ക് അനുഭവിക്കാം. അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അദ്ദേഹം പറഞ്ഞ ആദ്യ വാചകം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുക എന്ന സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. നമ്മെ അള്ളാഹു പടച്ചതിന്റെ ലക്ഷ്യം അതാണ്. പടച്ചവൻ ഇബാദത്ത് ചെയ്ത് അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അത് തന്റെ തൊഴിലാക്കിയ, തന്റെ ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യവും ചിന്തയും പരിശ്രമവും പ്രവർത്തനവും അതാക്കി മാറ്റിയവൻ, അവന് സ്വാഗതം, അവന് മംഗളം. വൽ ഫഖ്റു മുൻയതഹു. എന്നാൽ ദുനിയാവിൽ അവൻ സമ്പാദിക്കും. പള്ളിയുടെ മൂലയിൽ ചടഞ്ഞുകൂടി നിഷ്ക്രിയനായി ജീവിതം തള്ളി നിൽക്കുന്നവനല്ല. ദുനിയാവിൽ ആവശ്യത്തിന് ലാളിത്യം സ്വരുക്കൂട്ടും അവൻ. ദുനിയാവിൽ ആവശ്യത്തിനുള്ളവൻ സമ്പാദിക്കും. അതിന്റെ പിന്നാലെ മരിച്ചോടൊന്നുമില്ല. ആവശ്യത്തിനുള്ള ആരുടെ മുമ്പിലും ആശ്രയിക്കാതെ, കൈനീട്ടാതെ അന്തസ്സോടുകൂടി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ള ദുനിയാവ് ലാളിത്യത്തിൽ അവൻ സമ്പാദിക്കും. അതാണ് ദുനിയാവിന്റെ അവന്റെ ആഗ്രഹം. ദുനിയാവിൽ കിട്ടിയാലും പോരാന്നുള്ളതല്ല. ദുനിയാവിൽ അവന്റെ ആഗ്രഹം ലാളിത്യമാണ്. ഇവിടെ ശൈഖ് അതിനെ വിശേഷിപ്പിച്ചത് ഫഖർ എന്നാണ്. ഫഖർ എന്ന് പറഞ്ഞാൽ എന്താ? ദാരിദ്ര്യം എന്നാണ് ശരിക്കർത്ഥം. യഥാർത്ഥത്തിൽ അതിനിവിടെ വിശേഷിപ്പിക്കുന്നത് ലാളിത്യം എന്നാണ്. ദുനിയാവിൽ ആവശ്യത്തിനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിച്ചത് എന്താണ് നിങ്ങൾക്കറിയോ? അല്ലാഹുമ്മ ജഅൽ റിസ്ക ആലി മുഹമ്മദിൻ ഖൂത. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് ദുനിയാവിൽ നീ അന്നന്നത്തെ അന്നത്തിന് വക നൽകണേന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ദുനിയാവിൽ ചോദിക്കാന്നാലോ? ചോദിച്ചാലും തീരില്ല. ആണോ? അല്ലേ? നമ്മുടെ ദുനിയാവിലെ തേട്ടങ്ങൾക്കും ചോദ്യങ്ങൾക്കും അറ്റവും പരിധി ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നന്നത്തേക്കുള്ള കൂത്ത്, അന്നത്തിനുള്ള വകയാണ് അള്ളാഹുവിനോട് ചോദിച്ചത്. അതാണ് ലാളിത്യം. ദുനിയാവിലെ ലാളിത്യം ആഗ്രഹമാക്കിയവനെ നിനക്ക് മംഗളം. വൽ ഉസ്ലതു ശഹ്വതഹു. അള്ളാഹുമായി തനിച്ചിരിക്കുക എന്നത് ഇഷ്ടമാക്കിയവനെ, ദേഹേച്ഛയാക്കിയവനെ നിനക്ക് സ്വാഗതം. ഷഹ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സാഗ്രഹിക്കുന്ന ദേഹേച്ഛകൾക്കാണ് ഷഹ്വത്ത് എന്ന് പറയാം.
ഇവിടെ യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ സ്വാഗതം ആശംസിച്ച ശഹവത്തുള്ള ആൾ, അയാളുടെ ശഹവത്ത് എന്താ? അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേഹേച്ഛ എന്താണ്? ഉസ്ലത്ത്, അള്ളാഹുമായി തനിച്ചിരിക്കുക, അള്ളാഹുവിനെ ഓർത്ത് ഏകാന്തനായിരുന്ന് കരയുക. അള്ളാഹുവിനെ ഓർത്ത് ഏകാന്തനായി കണ്ണുനീർ വാർത്ത കണ്ണിനെ നരകം സ്പർശിക്കുകയില്ല എന്ന്. അള്ളാഹുവിനെ ഏകാന്തതയിലോർത്ത് കണ്ണുനീർ വാർത്തവൻ, അവൻ അള്ളാഹു ഒരു തണലുമില്ലാത്ത ഖിയാമത്ത് നാളിന്റെ ഭീതിതമായ ചൂടിൽ അർശിന്റെ തണലൊരുക്കി സംരക്ഷിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. തന്റെ ദേഹേച്ഛയെ അള്ളാഹുമായി തനിച്ചിരിക്കാൻ സ്ഥാപിച്ചവന് സ്വാഗതം, മംഗളം. വൽ ആഖിറതു ഹിമ്മതഹു, അവന്റെ ലക്ഷ്യം ആഖിറമാണ്, നശിക്കാത്ത പരലോകമാണ്, നശിക്കുന്ന ദുനിയാവല്ല. വതലബുൽ ഐശി ബുൽഗതഹു, ദുനിയാവിൽ അവന്റെ സമ്പാദ്യം നേരത്തെ പറഞ്ഞ പോലെ മിതത്വമാണ്, ആവശ്യത്തിനുള്ളതാണ്, ആർഭാടമല്ല, അമിതത്വമല്ല, ദുർവ്യയമല്ല, നശിക്കാത്ത ചിന്തകളല്ല ദുനിയാവിന് വേണ്ടി. വജഅലൽ മൗത ഫിക്റതഹു, പക്ഷെ അവന്റെ ചിന്ത മരണമാണ്, അവന്റെ ചിന്ത എപ്പോഴും മരണമാണ്. വജഅലൽ മൗത ഫിക്റതഹു, തന്റെ ചിന്തയെ മരണമാക്കിയവന് മംഗളം. വശഗല ബിസ്സുഹ്ദി നിയ്യതഹു, തന്റെ മനോവ്യാപാരങ്ങൾ, ചിന്തകൾ, ആലോചിച്ചു കൂട്ടലുകൾ, അതിനെ ദുനിയാവിൽ അല്ലാഹു അകറ്റി നിർത്താൻ പറഞ്ഞ ഭൗതിക വിരക്തിയാക്കി അതിൽ വ്യാപൃതനാക്കിയവന് മംഗളം. എന്ന് പറഞ്ഞാൽ മനസ്സിലെ ചിന്തകളും ആലോചനകളും ഭൗതിക വിരക്തിയെക്കുറിച്ചായിരിക്കും. അവന്റെ ചിന്തകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഭൗതിക വിരക്തിയായിരിക്കും. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ആവശ്യത്തിന് മാത്രം ദുനിയാവിലെ സംഗതികൾ ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ളതെല്ലാം പരലോകത്തിന് വേണ്ടി ത്യജിക്കുക എന്ന ഭൗതിക വിരക്തിയിൽ വ്യാപൃതനായവന് മംഗളം. വഅമാത ബിദ്ദുല്ലി ഇസ്സതഹു, അഹന്തയെ, താൻ പോരിമയെ വിനയം കൊണ്ട് കുഴിച്ചുമൂടിയവന് മംഗളം. അഹങ്കാരത്തെയും പൊങ്ങച്ചത്തെയും വിനയം കൊണ്ട് കുഴിച്ചുമൂടിയവനാണവൻ, ഖബറടക്കിയവനാണവൻ. വജഅല ഇല റബ്ബി ഹാജതഹു, തന്റെ ആവശ്യങ്ങൾ മുഴുവൻ പടച്ചവനിലേക്ക് സമർപ്പിച്ചവന് മംഗളം, പടപ്പുകളിലേക്കല്ല, അല്ലാഹുവിലേക്ക് തന്റെ ആവശ്യങ്ങളെ സമർപ്പിച്ചവന് മംഗളം. യദ്കുറു ഫിൽ ഖലവാതി ഖതിഅതഹു, ഏകാന്തതയിൽ ഒറ്റപ്പെടുമ്പോൾ ആരുമില്ല, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നറിയുമ്പോൾ തന്റെ തിന്മകളെക്കുറിച്ചോർത്ത് കരഞ്ഞവന് മംഗളം. ഏകാന്തതയിൽ ഒറ്റപ്പെടുമ്പോൾ തിന്മകളിലേക്ക് ആണ്ടുപോകുന്നവനല്ല, തിന്മകളെക്കുറിച്ചോർത്ത് കരയുന്നവന് മംഗളം. വഅർസല അലൽ വജ്നതി അബ്രതഹു, അങ്ങനെ തിന്മകളെക്കുറിച്ചോർത്ത് കണ്ണുനീരൊഴുക്കി കവിളുകളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുക്കിയവന് മംഗളം. വശകാ ഇലാ റബ്ബിഹി ഗുർബതഹു, തന്റെ അപരിചിതത്വം, അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ, സമൂഹം കളിയാക്കുമ്പോൾ, ബഹിഷ്കരിക്കുമ്പോൾ, തീവ്രവാദികൾ, അതിരുകവിഞ്ഞവർ എന്ന് ചാപ്പ കുത്തുമ്പോൾ, ഇതൊക്കെ കുറച്ച് എക്സ്ട്രീമാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇതിനെ വൈചിത്രമായി, നിന്റെ ദീനിനെ വിചിത്രമായി സ്ഥാപിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് പരാതി ബോധിപ്പിക്കുന്നവന് മംഗളം. ആളുകൾക്കിടയിൽ തന്റെ ദീൻ കൊണ്ട് വിചിത്രനായവൻ, പരാതികൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്നവൻ, അവന് മംഗളം. വസഅലഹു ബിത്തൗബതി റഹ്മതഹു, അള്ളാഹുവിന്റെ കാരുണ്യം, ചെയ്ത തിന്മകൾക്ക് അള്ളാഹുവിനോട് ഖേദം രേഖപ്പെടുത്തി ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിച്ച് തൗബ കൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം ഇരന്നു വാങ്ങിയവന് മംഗളം. വതൂബ ലിമൻ കാന ദാലിക സിഫതഹു, ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം അലങ്കാരമായി, ഉടയാടയായി, ആഭരണമായി, ഭംഗിയായി, വസ്ത്രമായി എടുത്തണിഞ്ഞവനെ നിനക്കു മംഗളം. വഅലദ്ദുനൂബി നദാമതഹു, അവന്റെ നഷ്ടബോധവും അവന്റെ ഖേദവും വിഷമവും ഉത്കണ്ഠയും ആദിയും വ്യാധിയും തിന്മകളെ കുറിച്ച് ഓർത്തിട്ടാണ്. ദുനിയാവിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ടല്ല, കിട്ടാൻ ആഗ്രഹിച്ചത് കിട്ടാഞ്ഞിട്ടല്ല, കിട്ടിയത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിട്ടല്ല, മറിച്ച് അവന്റെ വിഷമവും ഖേദവും നഷ്ടബോധവും തിന്മകളെക്കുറിച്ച് ചെയ്തു പോയല്ലോ എന്നാലോചിച്ചിട്ടാണ്. ജിആറുൽ ലൈലി വന്നഹാർ, രാപ്പകലുകളുടെ നീളം, രാവും പകലും ദിനരാത്രങ്ങളുടെ നീളം റബ്ബിലേക്ക് കാര്യങ്ങൾ അവലംബിക്കുന്നവൻ, അഭയം തേടുന്നവൻ, അവന് മംഗളം. ബബുകാഉൻ ഇലല്ലാഹി ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്റെ റബ്ബ് ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ മഹത്വത്തിന് അനുഗുണമായ രൂപത്തിൽ അത് സംഭവിക്കും. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. ആരുണ്ടെന്നോട് ചോദിക്കാൻ, അവർക്ക് ഞാൻ നൽകും. ആരുണ്ടെന്നോട് ദുആ ചെയ്യാൻ, അവർക്ക് ഞാൻ ഉത്തരം ചെയ്യും. ആരുണ്ടെന്നോട് പൊറുക്കലിനെ തേടാൻ, ഞാൻ അവർക്ക് പൊറുത്തു നൽകും എന്ന് അള്ളാഹുവിന്റെ വിളിയാളങ്ങൾക്ക് ഉത്തരം ചെയ്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, തഹജ്ജുദിന്റെ വേളകളിൽ, അത്താഴത്തിന്റെ സമയങ്ങളിൽ കണ്ണുനീരൊലിപ്പിക്കുന്നവന് മംഗളം. യുനാജിർ റഹ്മാൻ, തന്റെ റബ്ബിനോടാണ് അവന്റെ സംഭാഷണം.
തന്റെ റബ്ബിനോടാണ് അവൻ അഭിമുഖ സംഭാഷണം നടത്തുന്നത്. വയത്ലുബുൽ ജിനാൻ, ഒരിക്കലും നശിക്കാത്ത മരിക്കാത്ത സുഖങ്ങളുടെ സ്വർഗമാണ് അവൻ മോഹിക്കുന്നത്. വയഖാഫുൻ നിറാൻ, നശിച്ചൊടുങ്ങുന്ന പരാജയത്തിന്റെയും തീരാ നഷ്ടത്തിന്റെയും ആഴക്കയങ്ങൾ ഉൾക്കൊള്ളുന്ന, തലച്ചോറ് പോലും ഉരുകിച്ചാറാകുന്ന, ഏറ്റവും ചെറിയ ശിക്ഷയുള്ള കത്തിജ്വലിക്കുന്ന നരകാഗ്നിയാണ് അവൻ ഭയപ്പെടുന്നത്. ഇങ്ങനെ നരകത്തെ ഭയപ്പെടുന്ന, സ്വർഗത്തെ സ്വപ്നം കാണുന്ന, അതിനുവേണ്ടി മോഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ അടിമകൾ, അവർക്ക് മംഗളം എന്ന് അദ്ദേഹം പറയാണ്. സഹോദരങ്ങളെ, ഇതിലെ ഓരോ വാചകങ്ങളും റമദാനിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വിശദീകരണങ്ങളാണ്, വിശേഷണങ്ങളാണ്. അത് ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ ഓരോ വാചകങ്ങളും നിങ്ങൾ റമദാനുമായി കണക്ട് ചെയ്ത് ചിന്തിച്ചു നോക്കുക. ഇതിനൊക്കെ അവസരം അള്ളാഹു ഒരുക്കി തന്ന മാസമാണ് റമദാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരം നമുക്ക് നൽകുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് കൂടി സംസാരിക്കണോ? ഒരു വസിയത്ത് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം സാധ്യമാകുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ വിഷയങ്ങൾ മുതൽ നമുക്ക് തിരിച്ചു നിൽക്കാം. പരലോകത്തേക്ക് കച്ചവടം നടത്തുന്ന, അള്ളാഹുലും ഈമാനിലും റസൂലിലും ഈമാനുള്ള, സ്വന്തം നഫ്സ് കൊണ്ടും സമ്പത്ത് കൊണ്ടും സാധിക്കുന്നത് പോലെ ജിഹാദ് ചെയ്യുന്ന, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, സ്വർഗം ഏറ്റുവാങ്ങുന്ന, സ്വർഗത്തിൽ അള്ളാഹു പാർപ്പിടമൊരുക്കുന്ന, സ്വന്തം നഫ്സിനെ വിചാരണ ചെയ്യുന്ന, കുറ്റപ്പെടുത്തുന്ന, പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന, നന്മകളിലേക്ക് മുന്നിടുന്ന ഒരു മുഅ്മിൻ, യഥാർത്ഥ മുഅ്മിൻ, അവന്റെ നിലവാരം, അവന്റെ വിശേഷണങ്ങൾ എന്താണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ത്വരീഖുൽ ഹിജ്റത്തൈൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഹുവ ഫീ വാദിൻ വന്നാസു ഫീ വാദിൻ. ഈ നിലവാരമുള്ള മുഅ്മിനീങ്ങൾ അവരൊരു താഴ്വരയിലും മറ്റു ജനങ്ങൾ മറ്റൊരു താഴ്വരയിലുമായിരിക്കും. വല്ലാത്ത വാക്കാണ്. എന്താണ് പറഞ്ഞത്? അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച്, അങ്ങനെ ദീൻ മുറുകെ പിടിക്കുന്നവർ അവസാന കാലഘട്ടത്തിൽ തീക്കനൽ കയ്യിലേന്തിയവനെ പോലെയാണെന്ന് പറഞ്ഞു. അത്ര ത്യാഗസന്നദ്ധനായിരിക്കും അവൻ. അവനൊരു താഴ്വരയിലും ജനങ്ങൾ ഓടുന്നിടത്തോടുന്നവനല്ല അവൻ. സമൂഹത്തിന്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്നവനല്ല അവൻ. കാലഘട്ടത്തിന്റെ പൾസിനൊത്ത് തുള്ളുന്നവനല്ല അവൻ. ജനങ്ങളൊരു വാദിയിലും അള്ളാഹുവിനനുസരിക്കുന്ന ഇവനൊരു വാദിയിൽ. ജനങ്ങൾ സ്വർഗത്തിലായിരിക്കും, ദുനിയാവിലെ സ്വർഗത്തിൽ. ഇവൻ ജയിലറയിലായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ. അതുകൊണ്ട് സമൂഹത്തെയോ കാലഘട്ടത്തെയോ ജനങ്ങളെയോ പടപ്പുകളെ നോക്കിയിട്ടല്ല സഹോദരങ്ങളെ നമ്മൾ ദീനനുസരിച്ച് ജീവിക്കേണ്ടത്. അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്, പരലോകത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖബറിലും പരലോകത്തും വിചാരണയിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അവിടെ ഒരു പടപ്പും ഉണ്ടാവില്ല, ഒരു വേണ്ടപ്പെട്ടവരുണ്ടാവില്ല, ഒരു കൂട്ടുകാരനും ഉണ്ടാകുകയില്ല. ഏകാന്തനായിരിക്കും. അവിടെ ആരുടെയെങ്കിലും കൂട്ടോ സൗഹൃദമോ സ്വാധീനമോ നമുക്കൊരു ന്യായമായി പോലും പറയാൻ സാധിക്കില്ല, ശബ്ദിക്കാൻ സാധിക്കില്ല, ഉരിയാടാൻ സാധിക്കും. നിന്റെ ത്വക്കും രോമവും തൊലിയും വരെ നിനക്കെതിരെ സാക്ഷിയോ, നിന്റെ കൈകാലുകൾ അടക്കം നമ്മുടെ സ്വന്തം ശരീരം വരെ നമുക്കെതിരെ സാക്ഷി പറയുന്ന രംഗം. എന്തൊരു ഭയാനകമാണ് ആ രംഗം. അവിടെ നമ്മൾ ഒറ്റയ്ക്കാണ്. പിന്നെയാണ് ഇവിടെ ജനങ്ങളെ നോക്കി നമ്മൾ ജീവിക്കുന്നത്. അവരാണ് നമുക്ക് ചെലവിന് വരുന്നത്. എടോ, നമുക്ക് രിസ്ക് നൽകുന്ന നമ്മുടെ റബ്ബാണ്. നമുക്ക് അന്നവും വെള്ളവും വായുവും വെളിച്ചവും ജീവനും ജീവിതവും ദുനിയാവും ആഖിറവും സമ്മാനിച്ചവൻ, നമ്മെ പടച്ച ആകാശ ഭൂമികളുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനോടാണ് നിന്റെ പ്രതിബദ്ധത. ആരെക്കാളും നീ ചെലവിന് കൊടുക്കുന്ന ഭാര്യയോടും മക്കളോടും നിന്റെ മാതാപിതാക്കളോടും വാത്സല്യനിധികളായ നിന്റെ വേണ്ടപ്പെട്ടവരോടുമുള്ള സ്നേഹത്തെക്കാൾ നിനക്ക് മികച്ച സ്നേഹവും അടങ്ങാത്ത സ്നേഹം വേണ്ടത് നിന്നെ പടച്ച നിന്റെ റബ്ബിനോടാണ്. അവന് നിങ്ങളോടുള്ള സ്നേഹം, അടിമകളോടുള്ള സ്നേഹം, നമ്മോടുള്ള സ്നേഹം, അതിനേക്കാൾ ഒരു പടപ്പിന് നമ്മോട് സ്നേഹമില്ല. അവന്റെ കാരുണ്യത്തിന്റെ 100% മാത്രമാണ് ഈ ദുനിയാവിൽ നമ്മോട് കാരുണ്യം കാണിക്കുന്ന കാരുണ്യക്കാരുടെ കാരുണ്യം പോലും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ റബ്ബിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചാൽ ജനങ്ങളൊരു തട്ടിലായിരിക്കും, നമ്മളൊരു താഴ്വരയിലായിരിക്കും. നമുക്ക് അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാനാണ് ബാധ്യതയുള്ളത്. ഇതാണ് മുഅ്മിന്റെ അവസ്ഥ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സാധാരണ ആളുകൾ പറയില്ല, അവൻ വേറെ ലെവലാണെന്ന് പറയില്ലേ. ഓനൊന്നും ഇക്കാലത്തിൽ ജീവിക്കേണ്ടതല്ല, ഓന് വേറെ ലെവലാണ്. അത് ദുനിയാവിന്റെ അടിസ്ഥാനത്തിലും പറയും, ദീന്റെ അവസാനത്തിലും പറയും. ഓന് വലിയ മുത്തഖി, ഭയങ്കര കടുപ്പോ, ഇങ്ങനൊക്കെ ഇപ്പൊ കടുപ്പാക്കണോ എന്നൊക്കെ ചോദിക്കും. തോന്നും അത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നവരെ കുറിച്ച് വിശേഷിപ്പിച്ചതാണ്. മുൻഗാമികൾ അത് പറഞ്ഞതാണ്.
അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്. എന്താണത്? ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു ഗരീബൻ കമാ ബദഅ ഫതൂബ ലിൽ ഗുറബ. ഇസ്ലാം അപരിചിതമായ അവസ്ഥയിലാണ് മക്ക മണലാരണ്യത്തിൽ ജാഹിലിയത്തിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ ആരംഭം കൊണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി പ്രബോധനത്തിനെത്തിയപ്പോൾ അന്നേ അവർ അല്ലമീനായിരുന്ന റസൂലുള്ളാഹി ഭ്രാന്തനായി, മാരണക്കാരനായി, കവിയായി, കള്ളനായി, പുത്തൻവാദിയായി, എന്തൊക്കെ ആക്ഷേപങ്ങളാണ് കേട്ടത്. ഒരിക്കൽ പോലും ഒരു കളവിന്റെ ലാഞ്ചന പോലും നുബുവത്തിന് മുമ്പുള്ള 40 വർഷ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സംശയം കൊണ്ടുപോലും ഉന്നയിക്കാത്ത ശത്രുക്കൾ 40 വർഷ കാലഘട്ടത്തിന് ശേഷം നബിയായി നിയുക്തനായപ്പോൾ റസൂലുള്ളാഹിക്കെതിരെ ചൊരിഞ്ഞ ആക്ഷേപത്തിന് കയ്യുമില്ല, കണക്കുമില്ല. കാരണം എന്താണ്? അവർക്ക് പരിചയമില്ലാത്തതായിരുന്നു ഇസ്ലാം ദീൻ. വിചിത്രമായിരുന്നു. അങ്ങനെ വിചിത്രമായ, ഒരാൾക്കും പരിചയമില്ലാത്ത കാലഘട്ടത്തിലാണ് ഇസ്ലാം ദീൻ പിറവികൊണ്ടത്. അങ്ങനെ ഇസ്ലാം സമ്പൂർണ്ണമായി. പിന്നീട് മക്കം ഫത്ഹിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വിജയം പൂർത്തിയാക്കി. പിന്നീട് ആ ഇസ്ലാം തിരിച്ചു പോവാണ്. ഇസ്ലാമിന്റെ സമ്പൂർണ്ണതയ്ക്ക് ശേഷം വസയഊദു ഗരീബൻ കമാ ബദഅ, തുടങ്ങിയ വിചിത്രാവസ്ഥയിലേക്ക് ഇസ്ലാം തിരിച്ചു പോവാണ്. പക്ഷേ ഇസ്ലാമിന് സമ്പൂർണ്ണ വിജയമുണ്ടാകും, യാതൊരു സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ പ്രബോധനം വിചിത്രാവസ്ഥയിൽ തുടങ്ങി, അപരിചിതാവസ്ഥയിൽ തുടങ്ങി. പിന്നീട് സമ്പൂർണ്ണ വിജയം കിട്ടിയതുപോലെ ഇസ്ലാമിത അപരിചിതാവസ്ഥയിലേക്ക് മടങ്ങുന്നു. അവസാനം സമ്പൂർണ്ണ വിജയം ഇസ്ലാമിനുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം ലഭിച്ചതുപോലെ. അതാണ് ഇതിന്റെ പര്യവസാനം. പക്ഷേ നമ്മളിപ്പോൾ ഉറുബത്തിലാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് ശരിയായ ദീൻ പറഞ്ഞാൽ മനസ്സിലാവാത്തത്, തിരിയാത്തത്. അതിനെതിരാണ് അവരുടെ ജീവിതവും സംസ്കാരവും സ്വഭാവമൊക്കെ. ആ സമയത്ത് വിചിത്രമായ, ആളുകൾക്ക് പരിചയമില്ലാത്തതെന്ന് തോന്നുന്ന യഥാർത്ഥ ദീൻ അത് മുറുകെ പിടിക്കുന്നവർ അപരിചിതരായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു ഫതൂബാ ലിൽ ഗുറബാ. ആ വിചിത്രം എന്ന് തോന്നുന്ന ദീനിന്റെ വിചിത്രമായ, ആളുകൾക്കത് അപരിചിതമായി തോന്നുന്ന അപരിചിതമായ ദീനിനെ കൊണ്ട് നടക്കുന്ന അപരിചിതന്മാർ, സ്ട്രേഞ്ചേഴ്സ്, അവർക്ക് മംഗളം, അവർക്ക് സ്വാഗതം. ഫതൂബാ ലിൽ ഗുറബാ. അതുകൊണ്ട് ആളുകൾ വേറെ താഴ്വരയിലും മുഅ്മിനീങ്ങൾ മറ്റൊരു താഴ്വരയിലുമാകുന്നത് അത്ഭുതമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനമാണ്. ഖാദിഉൻ മുതവാദിഉൻ, അവൻ വിനീതനാണ്, വിനയാന്വിതനാണ്, വിനയമുള്ളവനാണ്, താഴ്മയുള്ളവൻ. ഇതൊക്കെ ഈ വിശേഷണത്തിലൊക്കെ നമ്മളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിനുവേണ്ടിയാണ് ഇത് പറയുന്നത്. ആദ്യം ഞാനും കേൾക്കുന്ന നിങ്ങളും. മുഅ്മിനീങ്ങൾ അവർ വിനീതരായിരിക്കും, വിനയമുള്ളവരായിരിക്കും, താഴ്മയുള്ളവരായിരിക്കും. സലീമുൽ ഖൽബ്, ഹൃദയത്തിൽ ചൊറിച്ചിലോ മുഷിപ്പോ ഇല്ലാത്ത ശുദ്ധ ഹൃദയരായിരിക്കും, കളങ്കരഹിതരായിരിക്കും. സലിസുൽ ഖിയാദി ലിൽ ഹഖ്, സത്യത്തിന് മുമ്പിൽ സർവഹുങ്കും അഹന്തയും കീഴൊതുക്കി സത്യത്തിന് മുമ്പിൽ പഞ്ചപുച്ഛമടക്കി കീഴൊതുങ്ങുന്നവനായിരിക്കും. അതാണ് മുഅ്മിന്റെ നിലവാരം. അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂൽ പറഞ്ഞു, ഖാലല്ലാഹു വഖാല റസൂൽ എന്ന് പറഞ്ഞാൽ, സത്യം ബോധ്യപ്പെട്ടാൽ, തെളിവുകൾ കൊണ്ട് മനസ്സിലായാൽ അവിടെ കീഴടങ്ങും. നിൽക്കാൻ പറഞ്ഞെടുത്ത് നിൽക്കും. സഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹി സംസാരിച്ചുകൊണ്ടിരിക്കെ മസ്ജിദ് നബവിക്ക് അകത്തുള്ള സഹാബത്തിനോട് ഇരിക്കാൻ പറയാണ്, നിൽക്കാൻ പറയാണ്. ഇരിക്കുന്ന സഹാബികളോട് നിൽക്കാൻ പറയാണ്. പുറത്തുകൂടെ നടന്നു വന്ന അബ്ദുല്ലാഹ് ബിൻ റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് കേട്ടത് അവിടെ നിന്നു. അകത്തുള്ള സഹാബത്തിനോടാണ് പറഞ്ഞത്, റസൂലുള്ളാഹിയാണ് പറഞ്ഞ് നിൽക്കാൻ. അവിടെ നിന്നു, കേട്ടെടുത്ത് വെച്ച് നിന്നു. ഇതാണ് സഹാബത്ത്. അല്ലാഹു പറഞ്ഞു, റസൂൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, അനുസരിച്ചു. അതാണ് അവരുടെ ഭാഷ്യം. ഇതായിരുന്നു സഹാബത്തിന്റെ നിലപാട്. നമ്മളോ കേൾക്കാൻ കേട്ടു, നമ്മളൊന്ന് ആലോചിക്കട്ടെ. നാട്ടുകാരുടെ സമ്മതവും കുടുംബത്തിന്റെ അംഗീകാരവും കാലഘട്ടത്തിന്റെ പൾസും ബുദ്ധിയും ചിന്തയൊക്കെ വെച്ച് അളന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് സാധിക്കെങ്കിൽ എല്ലാവരെയും ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ. അതല്ലായിരുന്നു സ്വഹാബത്തിന്റെ യഥാർത്ഥ മുസ്ലിമുകളുടെ പാരമ്പര്യം. അതല്ല. കേട്ടു, അനുസരിച്ചു. സത്യത്തിനു മുമ്പിൽ കീഴടങ്ങുന്നവനായിരിക്കും മുഅ്മിൻ. സരീഉൽ ഖൽബി ഇലാ ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൃദയമുള്ളവൻ. നമ്മുടെ ഹൃദയം വേഗത്തിൽ സഞ്ചരിക്കുന്ന അല്ലാഹുവിന്റെ സ്മരണയിലേക്കാണോ ദുനിയാവിന്റെ പളവളപ്പുകളിലേക്കാണോ? മുഅ്മിന്റെ വിശേഷണമാണ് അല്ലാഹുവിന്റെ സ്മരണയിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൃദയമുള്ളവൻ. ജാഹിദുൻ ഫീ കുല്ലി മാ സിവല്ലാഹ്, അല്ലാഹുവിന് പുറമെയുള്ള വിഷയങ്ങൾ, അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്തുന്ന, ദീനിനെ കുറിച്ചുള്ള സംസാരങ്ങൾ, ചർച്ചകൾ, ചിന്തകൾ, അതല്ലാത്ത വിഷയങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്ന വിരക്തനായിരിക്കും അവൻ. നമുക്ക് ഏറ്റവും ഇഷ്ടം ദീനിനോട് ആയിരിക്കണം എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ദീനിനെതിരായ കാര്യങ്ങളോട് വിരക്തി കാണിക്കുന്നവൻ, അകലം കാണിക്കുന്നവൻ. എന്നാൽ നമ്മളോ ദീനിയായ രംഗങ്ങളിലെങ്ങാനും എത്തിപ്പെട്ടാൽ വേഗം അതല്ലാത്തതിലേക്ക് ഓടി ദീനിനോട് വിരക്തി കാണിക്കുന്ന അവസ്ഥയാണ് നമുക്കെങ്കിലോ.
അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റാഗിബുൻ ഫി കുല്ലി മാ യുഖരിബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതായിരിക്കും അവന്റെ ചിന്തയും ആഗ്രഹവും. മുതഫർരിദുൻ ഫി ത്വരീഖി ത്വലബി, അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന നന്മകൾ ചെയ്യുന്ന വിഷയത്തിൽ അവൻ ഏകാന്തനായിരിക്കും. അവൻ ആരെയും സ്വാധീനിക്കുകയില്ല, ആരെയും തിരിഞ്ഞു നോക്കുകയില്ല, ആരുടെയും ശ്രദ്ധയോ പരിഗണനയോ ഒന്നും അവനാകില്ല. അവൻ ഒറ്റക്ക് പണിയെടുക്കും. അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നതിൽ ഒറ്റക്ക് അധ്വാനിക്കും. ലാ തുഖയ്യിദുഹു റുസൂം, ദീനനുസരിച്ച് ജീവിക്കാൻ ഔദ്യോഗികതകളുടെ ബന്ധനങ്ങൾ അവർക്ക് ഉണ്ടാവില്ല. കാലഘട്ടത്തിന്റെ വല തംലികുൽ അവാഇദ്, കാലഘട്ടത്തിന്റെ കസ്റ്റംസോ സംസ്കാരമോ അല്ലെങ്കിൽ സമ്പ്രദായങ്ങളോ ആചാരങ്ങളോ ഒന്നും അവനെ തടവറയിലാക്കുകയില്ല. നോക്കൂ നിങ്ങൾ, ദീനനുസരിച്ച് ജീവിക്കാൻ നാട്ടുകാരെന്ത് പറയുന്നു, വീട്ടുകാരെന്ത് പറയുന്നു, കൂട്ടക്കാരെന്ത് പറയുന്നു, കൂട്ടുകാരെന്ത് പറയുന്നു, ഇതൊന്നൊരു വിഷയമല്ല. കാരണം അള്ളാഹുവിന് വേണ്ടി അവൻ ഒറ്റക്കാണ് പണിയെടുക്കേണ്ടത്. പരലോകത്തവൻ ഒറ്റക്കാണ്. അവിടെ ഒരു ഔദ്യോഗികതയോ സമ്പ്രദായങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവനെ തടയുകയില്ല. അള്ളാഹുവിന് വേണ്ടി പരലോകത്തേക്കുള്ള കച്ചവടം അവൻ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നടപ്പിലാക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാ യഫ്റഹു ബിമൗജൂദിൻ വലാ യഅസഫു അലാ മഫ്ഖൂദിൻ, ഉള്ളതിൽ അവൻ അമിതമായി പുളകം കൊള്ളില്ല. കിട്ടിയതിൽ, ദുനിയാവിൽ കിട്ടിയതിൽ അമിതമായി സന്തോഷിക്കുകയില്ല. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കും. വലാ യഅസഫു അലാ മഫ്ഖൂദിൻ, കിട്ടാതെ പോയതിൽ, കിട്ടിയത് നഷ്ടപ്പെട്ടതിൽ ദുഃഖിച്ച് സമയം കളഞ്ഞ് ടെൻഷൻ അടിച്ച് ആങ്സൈറ്റിയായി ഡിപ്രഷനിൽ അകപ്പെടുകയില്ല. നോക്കൂ നിങ്ങൾ, മുഅ്മിന്റെ നിലവാരമാണത്. കിട്ടിയത് അൽഹംദുലില്ലാഹ്, അള്ളാഹു തന്നതുകൊണ്ട് കിട്ടി, അതിൽ നന്ദി ചെയ്യാം. കിട്ടാതെ പോയതിൽ അള്ളാഹു വിധിച്ചിട്ടില്ല, അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഞാനെന്തിനു ബേജാറാവണം? പിന്നെ എന്ത് ഉത്കണ്ഠക്കും മാനസിക പ്രയാസങ്ങൾക്കുമാണ് അവിടെ പ്രസക്തിയുള്ളത്? കിട്ടാത്തതിനെ കുറിച്ച് ആലോചിച്ച് നഷ്ടബോധത്തിൽ ദുഃഖിക്കുകയില്ല, കിട്ടിയതിൽ അമിതമായി സന്തോഷിച്ച് പുളകം കൊള്ളുകയില്ല. ലാ യദ്ഖുലു ഫീമാ ലാ യഅനി, തനിക്കാവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും അവനവന്റെ കാലെടുത്തു വെക്കുകയില്ല. അനാവശ്യമായ, തനിക്ക് പരലോകത്തേക്കോ ദുനിയാവിലേക്കോ ഉപകാരമില്ലാത്ത ഓരോ കാര്യത്തിലും പോയി തലയിടില്ല. മുഅ്മിന്റെ നിലവാരമാണത്. വലാ യബ്ഖലു ബിമാ ലാ യൻഖുസു, കുറഞ്ഞു പോകാത്ത വിഷയത്തിൽ അവൻ പിശുക്ക് കാണിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ? തന്റെ കയ്യിലുള്ള സമ്പത്ത് കൊടുക്കുന്നതിൽ അവൻ പിശുക്ക് കാണിക്കില്ല. കാരണം എന്താ? കൊടുക്കുന്തോളം അത് വർദ്ധിക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. കൊടുക്കുന്തോളം സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്തോറും അത് കൂട്ടുമെന്നാണ്, സമ്പത്ത് വർദ്ധിപ്പിക്കുമെന്നാണ്, കുറയുന്നല്ല. അതുകൊണ്ട് കുറഞ്ഞു പോകാത്ത സ്വതക്കകൾ അവനത് കൊടുക്കാൻ പിശുക്ക് കാണിക്കുകയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. വസ്ഫുഹു സിദ്ഖ്, സത്യസന്ധതയാണ് അവന്റെ അലങ്കാരം. വൽ ഇഫ്ഫത്ത്, പാതിവൃത്യമാണ് അവന്റെ ഭംഗി. വൽ ഈഥാർ, നിസ്വാർത്ഥത, സ്വാർത്ഥതയില്ലാത്ത ജീവിതമാണ് അവന്റെ നയം. വത്തവാദു വൽ ഹിൽമു വൽ വഖാർ വൽ ഇഹ്തിമാൽ, വിവേകവും ക്ഷമയും സഹനവും വിനയവും അതോടൊപ്പം ഗാംഭീര്യവും. ഇത് നാലുള്ളവനാണ് മുസ്ലിം. ചില ആളുകൾക്ക് നല്ല വിനയുണ്ടാവും, നല്ല താഴ്മയുണ്ടാവും, പക്ഷേ സ്ട്രോങ് ആയി നിൽക്കേണ്ട സമയത്ത്, സ്റ്റേബിൾ ആയി നിൽക്കേണ്ട സമയത്ത്, കുറച്ച് ഗാംഭീര്യം കാണിക്കേണ്ട സമയത്ത് അത് ചെയ്യാനറിയില്ല. കുറച്ച് ഒച്ചയ്ക്ക് സംസാരിക്കേണ്ട രംഗമുണ്ടാവും, കമാൻഡിങ് പവറിൽ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവും, അവിടെ ഇനി സാധിക്കില്ല. എല്ലായ്പ്പോഴും പാവത്താനാകുക എന്നുള്ളത് മുഅ്മിനിന്റെ നിലവാരമല്ല. കാരുണ്യവും വിനയവും താഴ്മയും കാണിക്കേണ്ടടുത്ത് അങ്ങനെ, അതിന്റെ സാഹചര്യത്തിൽ അങ്ങനെ ഗാംഭീര്യത്തോടുകൂടി മുസ്ലിമിന്റെ അന്തസ്സോടും ശൗര്യത്തോടും കാർക്കശ്യത്തോടും നിലകൊള്ളേണ്ടടുത്ത് അങ്ങനെ. അതാണ് വഖാർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഇത് രണ്ടും സമന്വയിപ്പിക്കുന്ന വിശേഷണങ്ങളുള്ളവൻ, അതേസമയം അവൻ അഹങ്കാരിയല്ല, വിനയാന്വിതനാണ്, താഴ്മയുള്ളവനാണ്, ക്ഷമയും വിവേകവും സഹനവും ഉള്ളവനാണ്. ഇതാണ് മുഅ്മിൻ. ലാ യുആതിബ്, ആരെയും അനാവശ്യമായി ആക്ഷേപിക്കുകയോ ആരോടെങ്കിലും പരിഭവം പറഞ്ഞ് സൃഷ്ടികളുടെ പിന്നാലെ നടക്കുകയോ ചെയ്യുന്നവനല്ല അവൻ. വലാ യുഹാസിം, അനാവശ്യമായി അവൻ കലഹിക്കുകയില്ല, തർക്കിക്കുകയില്ല. വലാ യുതാലിബ്, അതുപോലെ തന്നെ തന്നെ കുറിച്ച് അവകാശവാദങ്ങൾ, ഇങ്ങനെ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എന്റെ പാരമ്പര്യം എങ്ങനെയാണ്, എന്റെ സർവീസ് എങ്ങനെയാണ്, ഇങ്ങനെ അവകാശവാദങ്ങൾ മാലോകർക്ക് മുമ്പിൽ പെരുമ്പറയടിക്കുന്നവനല്ല അവൻ. വലാ യറാ ലഹു അലാ അഹദിൻ ഹഖൻ, മറ്റുള്ളവർക്ക് തന്നോടെന്തെങ്കിലും പ്രത്യേകമായി ഹക്കുണ്ട്, മറ്റുള്ളവർ എന്നെ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണം എന്ന ചിന്തയുള്ളവനല്ല മുഅ്മിൻ. വലാ യറാ ലഹു അലാ അഹദിൻ ഫളൻ, മറ്റുള്ളവരെക്കാൾ തനിക്കെന്തെങ്കിലും സ്ഥാനമുണ്ട് എന്ന് തന്നെക്കുറിച്ച് വിചാരിക്കുന്നവനുമല്ല. അവർക്ക് എന്തെങ്കിലും കടമ ഇങ്ങോട്ടുണ്ട് എന്ന അർത്ഥത്തിൽ എന്നെ ഒരു പരിഗണിക്കാമെന്നോ അവരുടെ മേലെ എനിക്ക് അധികാരമുണ്ട് എന്ന സ്ഥാനം മോഹിക്കുന്നവനോ അല്ല മുഅ്മിൻ. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ പേർന്ന ഇസ്ലാമിനെ നയിക്കുന്ന ഒരു സമൂഹം, ഒരു നേതൃത്വം, ഒരു പുരോഹിതവർഗം ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ, ഒരു നാട്ടിൽ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ മുൻഗാമികളുടെ ഉപദേശങ്ങൾ എത്ര സാരവത്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുഖ്ബിലുൻ അലാ ശഅനി, തനിക്ക് വേണ്ടി, തന്റെ പരലോകത്തിന് വേണ്ടി, തന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കും, സ്വന്തം വിഷയത്തിൽ. ചില ആളുകളുണ്ട്
സ്വന്തം ജീവിതത്തിലെ പുഴുക്കുത്തും കുറവുകളും പോരായ്മകളൊന്നും കാണില്ല, മൂക്കിന്റെ ചോട്ടിലൊന്നും കാണില്ല. അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യും. തന്റെ കാലിന്റെ ചോട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും അവൻ ചിന്തിക്കില്ല. തന്റെ കുടുംബത്തിൽ എനിക്ക് ഏറെ അത്ഭുതം തോന്നിയ ഈ നമ്മുടെ നാട്ടിലെ മോഡേൺ ഇസ്ലാമിസ്റ്റുകൾ ഉണ്ടല്ലോ, ഈ അധിനിവേശ ശക്തികൾക്കെതിരെ സംസാരിക്കുന്ന ബ്രദർഹുഡിന്റെ ആളുകൾ, ഇവരുടെ വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു ആദർശ പാപ്പരത്വം എന്നെ പിടിച്ചുകുലുക്കിയ ഒരു സംഗതി എന്തെന്നറിയോ? സ്വന്തം കാലിന്റെ ചോട്ട് ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സംസ്ഥാപിക്കണം, ഇസ്ലാമിക രാജ്യം നിലനിൽക്കുന്ന മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ശബ്ദിക്കവര് ഘോരഘോരം, അവിടുത്തെ പോരായ്മകൾ, അവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങൾ. എന്നാൽ സ്വന്തം പുരയിലെ ഇസ്ലാമികമായ നിയമം നടപ്പിലാക്കാൻ സ്വന്തം ശരീരത്തിൽ, സ്വന്തം ലൈഫിൽ, സ്വന്തം ഡ്രസ് കോഡിൽ, സ്വന്തം തലമുടിയിൽ, സ്വന്തം കച്ചവടത്തിൽ, സ്വന്തം കുടുംബത്തിൽ, താൻ ചെലവിന് കൊടുക്കുന്ന മക്കളിലും ഭാര്യയിലും ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ അവന് ഗട്സില്ല, തണ്ടലില്ല, നട്ടലില്ല, തന്റെ ഇടമില്ല. ഈ ചങ്ങാതിയാണ് ലോക മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഇസ്ലാമിക ഭരണത്തിലെ പോരായ്മകളെ കുറിച്ചും ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും പറയുന്നത്. വീട്ടിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാത്തവർ, ഇസ്ലാമിന് വേണ്ടി ഇസ്ലാമിക നിയമവ്യവസ്ഥിതികളെ കുറിച്ച്, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കുറിച്ച് ഘോരഘോരം സംസാരിക്കും. ഇവരുടെ സ്ഥാപനങ്ങളിലോ ഇവർ നടത്തുന്ന മസ്ജിദുകളിലോ റമളാനിൽ തറാവീഹിന് ഇമാമത്ത് നിൽക്കുന്ന ഇമാമിന്റെ വിഷയത്തിൽ പോലും മര്യാദക്ക് നേരെ ചൊവ്വെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ ഇമാമത്ത് നിർത്താൻ വരെ ഇവരുടെ ഇസ്ലാമികമായ ധാർഷ്ട്യം ഇവർ അനുവദിക്കുന്നില്ല. അത് ആരെങ്കിലൊക്കെ നിന്ന് ചടങ്ങ് തീർത്തോളുന്നതാണ്. സ്വന്തം നടത്തുന്ന അധികാരത്തിലുള്ള പള്ളിയിൽ വരെ ഖുർആൻ ഓതുന്നവന് യഥാർത്ഥ ഖുർആൻ ഓതാൻ പഠിച്ചവനാക്കി നിർത്തണമെന്ന നിർബന്ധ ബുദ്ധി പോലും ഇല്ലാത്തവരാണ് ഇസ്ലാമിക രാഷ്ട്ര സംസ്ഥാപനത്തിന്റെ പേരിൽ ഒച്ചയിടുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണിത്, എന്തൊരു പാപ്പരത്വമാണിത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വന്തം അധികാരം, ഇത് മുഅ്മിന്റെ നിലവാരമല്ല. ഞാൻ ഈ പറഞ്ഞതുമായി കണക്ട് തങ്ങളോട് പറഞ്ഞത്. അവൻ മുഖ്ബിലുൻ അലാ ശൈഇൻ, തനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ, തന്റെ വിഷയങ്ങളിൽ മറ്റാരെക്കാളും മുന്നിട്ട് നടക്കും. എന്നിട്ട് മാതൃകായോഗ്യനായി മാതൃക കൊണ്ട്, ജീവിതം കൊണ്ട് മറ്റുള്ളവരെ നയിക്കും. ഇത് അവനാന്റെ കാര്യത്തിലൊരു ശ്രദ്ധയില്ല, ബാക്കിയുള്ളവരെ ആക്ഷേപിച്ചു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ചർച്ച ചെയ്ത് ആക്ഷേപങ്ങളും അപഹാസ്യങ്ങളും ഉന്നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നിലവാരം കുറഞ്ഞ താഴ്ന്ന പരിപാടിയാണ്. ഇതൊരു മുഅ്മിനിന്റെ നിലവാരമല്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്തരം ആളുകളോട് ഒന്നുകൂടി ഞാൻ പറയട്ടെ, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ നടത്തുന്ന മസ്ജിദുകളിൽ, നിങ്ങൾ ചെലവിന് കൊടുക്കുന്ന നിങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിലെങ്കിലും ഇസ്ലാമിന്റെ ബാലപാഠമെങ്കിലും, ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളെങ്കിലും ഒരു മാസമെങ്കിലും നിങ്ങൾ നടപ്പിലാക്കി കാണിച്ചോണ്ട. ഒരു റമദാനിലെങ്കിലും നിങ്ങൾ നടപ്പിലാക്കി കാണിച്ചുകൊണ്ട. എന്നിട്ടത് മാലോകർക്കിടയിൽ സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കും. എന്നിട്ടെങ്കിലും പറയും. ഇതാണ് അത്തരക്കാരോട് നമുക്ക് പറയാനുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മുഖ്ബിലുൻ അലാ ശഅനി മുക്രിമുൻ ലി ഇഖ്വാനി. തന്റെ കാര്യങ്ങളിൽ മുന്നിടുമെങ്കിലും അവൻ സ്വന്തം കാര്യത്തിൽ പരിമിതപ്പെടുന്നവനല്ല. തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവനും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നവനും അവരെ ആദരിക്കുന്നവരുമാണ്. തന്റെ സഹോദരങ്ങളെ പരിഗണിക്കുന്നവനാണ്. ബഖീലും ബിസമാനി, സമയം ചെലവഴിക്കുന്നതിൽ പിശുക്കനായിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? പരലോകത്തേക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ അവൻ ബദ്ധശ്രദ്ധനായിരിക്കും. അനാവശ്യമായ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക എന്നുള്ളത് അതിലവന് പിശുക്കാനിക്കും. അനാവശ്യമായ കാഴ്ചയിലോ കേൾവിയിലോ സംസാരങ്ങളിലോ ചർച്ചകളിലോ അവൻ സമയം ചെലവഴിക്കൂല. അതിനവന് പിശുക്കുണ്ടാവും. സമയം എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ്സാണ്. പരലോകത്തേക്കുള്ള നമ്മുടെ മുടക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയുസ്സാണ്. അതുകൊണ്ട് ആയുസ്സിനെ ചെലവഴിക്കുന്നതിൽ അവൻ പിശുക്കനായിരിക്കും. അനാവശ്യ കാര്യങ്ങളിൽ. ഹാഫിദുൽ ലിസാനി, നാവിനെ സൂക്ഷിക്കുന്നവനായിരിക്കും. മുസാഫിറുൻ ഫീ ലൈലിഹി വനഹാരിഹി വയഖ്തതിഹി വമനാമിഹി, തന്റെ ഉറക്കത്തിലും ഉണർച്ചയിലും രാവിലും പകലിലും അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരിയായിരിക്കും അവൻ. ഉറക്കത്തിലാണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും രാവിലാണെങ്കിലും പകലിലാണെങ്കിലും അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുന്ന സഞ്ചാരിയാണവൻ മുഅ്മിൻ. ലാ യദഉ, അവസാനിപ്പിക്കണം, ലാ യദഉ അസസ്സൈർ അൻ ആതിഖിഹി ഹത്താ യസില ഇലാ മത്ലബിഹി. തന്റെ യാത്രാവടി, അസസ്സൈർ എന്ന് പറഞ്ഞ യാത്രാവടി എന്ന് പറഞ്ഞാൽ യാത്രയിലെ പാതയങ്ങൾ, ജീവിതത്തിലെ അധ്വാനങ്ങൾ അതവൻ തന്റെ ചുമലിൽ നിന്ന് താഴെ വെക്കുകയില്ല തന്റെ ലക്ഷ്യസ്ഥാനമെത്തുവോളം. ലക്ഷ്യസ്ഥാനം എവിടെയാണ്? പരലോകമാണ്, സ്വർഗമാണ്. സ്വർഗത്തിലേക്ക് തന്റെ ആദ്യ കാൽവെപ്പ് സാധ്യമാകുവോളം അവന്റെ അധ്വാനവും പ്രയത്നവും തുടർന്നുകൊണ്ടേയിരിക്കും. വിശ്രമമില്ലാതെ അഹോരാത്രം അവൻ അധ്വാനിക്കും. നശിക്കുന്ന ദുനിയാവിന് വേണ്ടി നശിച്ച അധ്വാനമല്ല. ഖദ് റുഫിഅ ലഹു അലമുൽ ഹുബ്ബി വശമ്മറ ഇലൈ. അവൻ ലക്ഷ്യമാക്കുന്നത്, അവന്റെ മുമ്പിൽ അവൻ നാട്ടിയ പതാക, കൊടി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ കൊടിയാണ്. അല്ലെ? യുദ്ധമുഖത്ത് കൊടി നാട്ടും, അതല്ലെങ്കിൽ ലക്ഷ്യം നേടാൻ ആ ഫിനിഷിംഗ് പോയിന്റിൽ ഒരു കൊടി നാട്ടും, ഫിനിഷിംഗ് ലൈനിൽ ഒരു പതാകയുണ്ടാകും. ഇതുപോലെ അവൻ കൊടി നാട്ടിയത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ ഹുബിന്റെ കൊടിയാണ്.
ആ കൊടിയിലേക്കാണ് ഇവന്റെ സഞ്ചാരം, അതിലേക്കാണ് അവന്റെ ഓട്ടം, അവന്റെ മത്സരം. വനാദാഹു ദാഇയൽ ഇഷ്തിയാഖി ഫഅഖ്ബല ബികുല്ലിയതിഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള ആഗ്രഹവും സ്നേഹവും അവന്റെ മനസ്സിലെപ്പോഴും സ്വപ്നം കാണാനും വിളിയാളമായി ഉയരാനും അവൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവന്റെ സർവവും അല്ലാഹുവിലേക്ക് ഓടിയെടുക്കാൻ അവൻ സമർപ്പിക്കുന്നു. അജാബ മുനാദിയൽ മഹബ്ബത്തി ഇദ് ദആ ഹയ്യ അലൽ ഫലാ. നിസ്കാരത്തിന് വിളിക്കുമ്പോൾ, വിജയത്തിലേക്ക് വിളിക്കുമ്പോൾ ആ വിളിക്ക് അവൻ ഉത്തരം ചെയ്യുന്നു. കാരണം അള്ളാഹുവിനേക്കാൾ വലിയതായി, അള്ളാഹുവിനേക്കാൾ പ്രിയപ്പെട്ടവനായി അവന് മറ്റാരുമില്ല. വവാസല സൂറ ഫീ ബൈദാ അത്വലബ്. അതേ ലക്ഷ്യത്തിലേക്കുള്ള അന്വേഷണത്തിന്റെ മരുഭൂമിയാകുന്ന മണലാരണ്യത്തിൽ അവന്റെ യാത്ര അവൻ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ യാത്ര അവസാനിക്കുന്നത് സ്വർഗത്തിലായിരിക്കും. ഫഹമിദ ഇൻദൽ വുസൂലി മസ്റാ. അങ്ങനെ സ്വർഗത്തിലേക്ക് അവൻ കാലെടുത്തു വെച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കും. ആ സ്തുതിയെ പറ്റിയാണ് അള്ളാഹു സൂറത്ത് സുമറിൽ പറഞ്ഞ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുമറിൽ പറഞ്ഞു, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറ. അള്ളാഹുവിനെ സൂക്ഷിച്ചു പേടിച്ച് ജീവിച്ചവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി ആനയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹ. അങ്ങനെ സ്വർഗ കവാടങ്ങൾ കരികിൽ അവരെത്തിയാൽ ഫുതിഹത് അബ്വാബുഹ. സ്വർഗത്തിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുകയായി. വഖാല ലഹും ഖസനതുഹ. സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്കിതാ സലാം ഉണ്ടാകട്ടെ. യാ സുബ്ഹാനല്ലാഹ്, ഏതാണ് ആ രംഗം? സ്വർഗത്തിന്റെ കവാടത്തിൽ നമ്മൾ എത്തുമ്പോൾ, ആ വാതിൽ തുറക്കപ്പെടുമ്പോൾ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ നമ്മളോട് സലാം പറയുന്ന രംഗം. അതിനുവേണ്ടിയാണ് സഹോദരങ്ങളെ ദുനിയാവിൽ നമ്മുടെ ജീവിതം. അത് നേടിയെടുക്കാനാണ്. തിബതും, ദുനിയാവിൽ നിങ്ങൾ നന്നായി നല്ലവരായി അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരായി ജീവിച്ചു. ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഇനി മരിക്കാതെ നിങ്ങൾ അവിടെ കയറിക്കൊള്ളൂ. ഇതാണ് അവർ അവസാന യാത്ര അവസാനിക്കുന്ന രംഗം. ഇദ്ദേഹം പറഞ്ഞില്ലേ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അവിടെ വെച്ച് അവർ സ്തുതിക്കും. അതിനെപ്പറ്റി അള്ളാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, വഖാലു, അവർ പറയും, സ്വർഗവാസികൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുനാകുന്നു സർവസ്തുതിയും, അല്ലദീ സ്വദഖനാ വഅദ, സ്വർഗമാകുന്ന ഈ മഹത്തായ വാഗ്ദാനം ഞങ്ങൾക്ക് സത്യമായി പുലർന്നു കാണിച്ചു തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാകുന്നു സർവസ്തുതിയും. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, ഞങ്ങൾക്കിഷ്ടമുള്ളിടത്ത് സ്വർഗത്തിൽ താമസമൊരുക്കിയ, സ്വർഗത്തിൽ ഞങ്ങൾക്ക് വാസസ്ഥലമൊരുക്കിയ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. ഫനിഅമ അജ്റുൽ ആമിലീൻ, ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ്, എത്ര സമ്മോഹനമാണ് എന്ന് അള്ളാഹു പറയാണ്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മുടെ റമദാനിലെ പണിയും നമ്മുടെ ജീവിതത്തിലെ പണിയും നമ്മുടെ ആയുസ്സിലെ അധ്വാനവും ഈ നേട്ടത്തിന് വേണ്ടിയാണ്. സ്വർഗത്തിലെ മലക്കുകൾ സ്വാഗതം പറഞ്ഞുള്ള, സലാം ആശംസിച്ചുകൊണ്ടുള്ള, മരിക്കാതെ സുഖിക്കാതെ കുടുംബത്തോടെ പ്രവേശിക്കാവുന്ന, താമസിക്കാവുന്ന ആ സുഖം, ആ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ അതിനെ നമുക്ക് കാരണമാക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.